നമസ്കാരം. ഗിൽഗാൽ മീഡിയ ഇൻ അസോസിയേഷൻ വിത്ത് ഗിൽഗാൽ ചർച്ച് ഓഫ് ഗോഡ്, ദോഹ, ഖത്തർ. ജീവിതം പറയുമ്പോൾ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ക്രൈസ്തവ സംഗീത ശാഖയ്ക്ക് ഊടും പാവും നെയ്ത നിരവധി നിത്യഹരിത ഗാനങ്ങൾ ആസ്വാദക മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുകയാണ്. ഒരുപക്ഷെ ആസ്വാദനത്തിൻ്റെ ശീതള ഛായയിൽ നാം ഒക്കെ ഗാനങ്ങൾ സൃഷ്ടിച്ചതിൻ്റെ പിന്നാമ്പുറ കഥകൾ മറന്നുപോകും. പാടിയവരെയും പാടിച്ചവരെയും എഴുതിയവരെയും ഒക്കെ നമ്മൾ മറന്നു പോകാറുണ്ട്. ഇന്ന് ക്രൈസ്തവ കൈരളിയുടെ നാവിൽ തേനൂറുന്ന ഈണങ്ങളും ഈരടുകളുമായി ഒട്ടനവധി ഗാനങ്ങൾ പിറന്നപ്പോൾ അതിൽ നമ്മളൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആസ്വാദകർ ചേർത്ത് പിടിച്ച് ഇത് എൻ്റെ ഗാനമാണ്, ഞങ്ങളുടേതെന്ന് പറയത്തക്ക നിലയിൽ പാടിയ ഒരു കൂട്ടം ഗാനങ്ങൾ. ആ ഗാനങ്ങളുടെ പിന്നാമ്പുറ കഥയുമായിട്ടാണ് ഇന്ന് ഒരു വിശിഷ്ട വ്യക്തിത്വം നമ്മളുമായി പങ്കുചേരുന്നത്. ആഴത്തിൽ എന്നോട് ഇടപെടണേ, ഞാൻ യോഗ്യനല്ല യേശുവേ, തീ പോലെ ഇറങ്ങണമേ. ഇന്ന് ആസ്വാദകർ ഏറ്റെടുത്ത ക്രൈസ്തവ കൈരളി അഥവാ മലയാളക്കര, മലയാളി എവിടെയുണ്ടോ അവരൊക്കെ പാടി ആശ്വസിക്കുന്ന, ആരാധിക്കുന്ന എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഇതും പോരായി എന്ന് പാടിയ, നമ്മളെ പാടിപ്പിച്ച അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പാടിപ്പിച്ച ഒരു വിശിഷ്ട വ്യക്തിത്വം, പ്രഭാഷകൻ, സംഗീത സംവിധായകൻ, എഴുത്തുകാരൻ, അതിലുപരി സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമ പാസ്റ്റർ റെജി നാരായണൻ. വളരെ സ്നേഹത്തോടു കൂടി നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ഗിൽഗാൽ മീഡിയയുടെ ജീവിതം പറയുമ്പോൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക്. ഏറെ വാത്സല്യത്തോടും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയാണ് അങ്ങേ ഞാൻ സ്വാഗതം ചെയ്യുന്നത്. കാരണം മറ്റൊന്നുമല്ല, ക്രൈസ്തവ കൈരളിയുടെ നാവിൻ തുമ്പിൽ തേനൂറുന്ന ഈണവും ഈരടിയുമായി ഇന്ന് സന്ധിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള അനേക ഗാനരചയിതാക്കളും സംഗീത സംവിധായകരുടെയും നിരയിൽ അങ്ങ് പ്രഥമസ്ഥാനീയൻ എന്ന് ഞാൻ പറയുമ്പോൾ അതല്പം കടന്നുപോയെന്ന് ചിന്തിക്കരുത്. കാരണം ഈ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ന് റിലീസായിട്ടുള്ള ഒട്ടനവധി ഗാനങ്ങൾ, അതിൻ്റെ പിന്നിൽ അങ്ങയുടെ പ്രാർത്ഥനയും അങ്ങയുടെ ത്യാഗവും അനുഭവവും അതൊരു പാട്ടായി ക്രൈസ്തവ കൈരളി ഏറ്റെടുത്തു എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. അതുകൊണ്ടാണ് അത്തരത്തിലൊരു ഭാഷ ഞാൻ ഉപയോഗിച്ചത്. ഇത് ഒരു സൗഹൃദ സംഭാഷണമാണ്. അതിനകത്ത് ഔപചാരികത എന്ന് പറയുന്നതിന് ഒരു സ്ഥാനമില്ല. മുൻപ് പരിചയമുള്ള ആളുകൾ നമ്മളുടെ കാര്യങ്ങൾ സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് ആരംഭിക്കാം. ഒരു പാട്ടോടുകൂടി ആരംഭിച്ചാലോ? ഇന്ന് ക്രൈസ്തവ കൈരളി ഏറ്റെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ന് യൂട്യൂബിലൂടെ മറ്റ് പല ഡിവൈസിലൂടെ ആളുകൾ ഏറ്റെടുത്ത ഒരു ഗാനമാണ് എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല എന്നുള്ളത്. ഒരുപക്ഷെ പാട്ട് റിലീസ് ചെയ്ത, യൂട്യൂബിൽ റിലീസ് ചെയ്ത അന്നു മുതൽ ജനങ്ങൾ വളരെ, ഞാൻ ഈ അതിശോക്തിയുള്ള പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഇരുത്തിക്കൊണ്ടിങ്ങനെ ഉയർത്തുകയാണെന്ന് വിചാരിക്കരുത്. ആഘോഷമാക്കി എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ അല്പം കടന്നു പോകുമെന്ന് ചിന്തിക്കരുത്. ഒരുപക്ഷെ നമ്മുടെ ഇന്ന് ജനങ്ങൾ ഏറ്റെടുത്ത് സന്തോഷത്തോടു കൂടി തന്നെ ആരാധിക്കുകയും പാടുകയും ചെയ്യുന്ന ഒരു ഗാനമാണ് എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ. അതോടൊപ്പം തന്നെ മറുസൈഡിൽ വളരെ കാർക്കശ്യമായ വിമർശനങ്ങളുടെ ഒരു തോരണം ചാർത്തലും ആഘോഷമൊക്കെ ആയിരുന്നു ഇതിൻ്റെ പിന്നാലെ ഉണ്ടായത്. അത് നമ്മൾ ഏറ്റവും അവസാനം നമുക്കതിന് മറുപടി പറയാം. അതിനവസരമുണ്ടാവും. നമ്മുടെ ഈ സംഭാഷണം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഈ ജീവിതം പറയുമ്പോൾ, ജീവിതം ഒന്നുകൂടി പരാവർത്തനം ചെയ്യുമ്പോൾ ഈ ഗാനത്തോടു കൂടി തന്നെ നമുക്ക് ആരംഭിക്കാം. അതിനു മുമ്പ് എൻ്റെ കയ്യിലൊരു ലിസ്റ്റുണ്ട്. നമ്മൾ തമ്മിലുള്ള സംഭാഷണം ആരംഭിക്കുമ്പോൾ ഞാനൊന്ന് അങ്ങ് ആരാണെന്നൊന്ന് നമുക്കറിയാമെങ്കിലും ഒന്നുകൂടി ഒന്ന് പഠിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ ഞാൻ കണ്ടെത്തിയ ചില ഗാനങ്ങൾ ഇത് ശരിയാണെന്ന് പറയണം കേട്ടോ. എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ യോഗ്യനല്ല, അന്തികാല അഭിഷേകം, അത് ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷയിൽ ഇറങ്ങി. ആഴത്തിൽ എന്നോട് ഇടപെടണേ ഹിന്ദി ഭാഷയിൽ ഇറങ്ങിയിട്ടുണ്ട്, മലയാളത്തിലുമുണ്ട്. മതിയാകുന്നില്ലേ സ്നേഹം ഹിന്ദി ഭാഷയിലേക്ക് ഇറങ്ങി. ആത്മശക്തിയെ ഇറങ്ങി വാ, അതും ഹിന്ദിയിലേക്ക് ഉടൻ തന്നെ വരുന്നു. എന്നെ സ്നേഹിപ്പാൻ ഞാൻ പോയിടാം നിൻ വേലയ്ക്കായി, നിൻ കോപത്തിൻ പരിശുദ്ധനെ നിൻ സാന്നിധ്യം മാത്രം മതി, ഇസ്രായേലിൻ പരിപാലകൻ നീ എനിക്കായി ചെയ്തവയെല്ലാം, ആത്മാവാം ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം, ഉടൻ തന്നെ യൂട്യൂബിലേക്ക് വരുന്നു. പിന്നെ പഴയ ഒരു ഗാനം, പഴയ ഗാനത്തിൻ്റെ ഇതെടുത്തു കഴിഞ്ഞാൽ, ഞാൻ യോഗ്യനല്ല യേശുവേ, ഉന്നതനെ ഉയർന്നവനെ എനിക്കായി കേഴുവാൻ, തപ്പെടുത്ത് താളം തട്ടുമോ, ഉറ്റവർ മാറിയാലും ദൈവം നമ്മോട് കൂടെ, ആത്മാവെ കനിയണമേ. ഇങ്ങനെ ഏകദേശം 30-ലധികം ഗാനങ്ങൾ ക്രൈസ്തവ കൈരളിക്ക് സമ്മാനിച്ച അങ്ങയുടെ ഗാനത്തോടു കൂടി തന്നെ നമുക്ക് ആരംഭിക്കാം, അല്ലേ? ശരിയല്ലേ?
ഈ എന്താ ശാന്തമായിട്ടിരിക്കുന്നു, ഒന്ന് ഊർജ്ജമായിട്ട് പറഞ്ഞേ. ഞാൻ ശുശ്രൂഷയിൽ നമ്മൾ പലയിടത്തും സഹകരിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, വേദിയിലിരുന്ന് ഞാൻ പുറത്തിരുന്നൊക്കെ ശുശ്രൂഷ കാണുകയും ചെയ്തു. അന്നൊക്കെ വളരെ പവറാണ്, ഫയർ എന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെ നമുക്ക് സന്തോഷത്തോടു കൂടി ചെയ്യാം അല്ലേ, ഫയറിന് കുറവൊന്നുമില്ല. ശരി, നമുക്ക് ആ ഗാനത്തോടു കൂടി തന്നെ ആരംഭിക്കാം അല്ലേ. ഈ ഗാനം എഴുതാൻ നമുക്കറിയാമല്ലോ, ഈ വേദപുസ്തകം അറിയാവുന്ന ആളുകളെ ഒന്നും ഈ ഇതിൻ്റെ ചരിത്രമൊന്നും പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഏത് കോണ്ടസ്റ്റിലാണ് എഴുതിയെന്നുള്ളത്. എങ്കിലും എൻ്റെ പുരക്കരുത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല എന്നുള്ള പാട്ട് എഴുതുമ്പോൾ എന്തായിരുന്നു അതിന് സാഹചര്യം എന്ന് പറയുന്നത്? ഞാൻ ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ നോർമലി വേദപുസ്തകം വായിക്കുന്ന പതിവുള്ളത് കൊണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം യാദൃച്ഛികമായി അത് വായിക്കുമ്പോൾ അത് ഒരു 3, 4, 5 വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് ശതാധിപനോട് പറയുന്ന, കർത്താവ് വരുന്ന വഴി യഹൂദന്മാർ പള്ളി തീർത്തു വന്നു എന്ന് പറഞ്ഞ് കർത്താവിനെ സമീപിക്കുന്ന, പിന്നെ സ്നേഹിതന്മാർ വീടിനോട് അടുപ്പാറായപ്പോൾ സ്നേഹിതന്മാരെ വിട്ടിട്ട് ശതാധിപൻ പറയുന്ന ആ വാക്യം, പ്രഥമമായ വാക്യം, എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ യോഗ്യനാത്തവനാണ്. മറ്റ് മത്തായി മാർക്കോസിലൊക്കെ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ ലൂക്കോസ് വായിച്ചപ്പോഴാണ് അത് പോരാത്തവനാണേ, യോഗ്യനല്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു വേറൊരു ബഹുമാനം, സാങ്കേതിക പദമായി. ഈ പോരാത്തവനാണ് എന്ന് പറയുമ്പോൾ ഒത്തിരി കൊളോക്കിലായിട്ടാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് എൻ്റെ ഒരു അനുഭവം പോലെ എനിക്ക് തോന്നി. ഞാനതിങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ എനിക്ക് പാട്ടൊക്കെ കൂടുതൽ പാടുന്നു. ഞാനതിങ്ങനെ മുകളിൽ പാടി, എൻ്റെ പൂരയ്ക്കകത്ത് പെട്ടെന്ന് എനിക്ക് ട്യൂണോടാണ് കിട്ടുന്നത്, ഒരുമിച്ച്. അത് ഇങ്ങനെ പാടി മുകളിൽ പാടി ചെന്നിട്ട് ഒരു റോയ് പാസ്റ്ററാണ് തോന്നുന്നു, ഇവിടെ തിരുവനന്തപുരത്ത് മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് ഞാൻ അവിടെ ചെന്ന് കയറിയിട്ട് 4 ലൈനാണ് കിട്ടിയത്. ഒരു വാക്കുമതി. അതിങ്ങനെ അവിടെ ചെന്ന് കയറിയിട്ട് ആദ്യം ഇത് കീബോർഡുകാരനോട് പറഞ്ഞ് എനിക്ക് ഇതൊക്കെ പിടിപ്പിക്കാനൊന്നും അറിയ തോന്നിയില്ല, കോഡൊന്നും പിടിക്കാൻ. ഞാൻ പാടും വരുവും പോലെ നിങ്ങൾ വായിച്ചോളുക. ഞാനതിങ്ങനെ പാടി, ആദ്യമൊന്നും അവർക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കാം, പോരായ്മയില്ലാത്ത ആരുമില്ലല്ലോ. പറഞ്ഞു പിന്നെ അത് വേറൊരു പദം പറയാനവിടെ പറ്റിയില്ല. ഒരു 2 മണിക്കൂർ നേരം ജനം മുഴുവൻ വാവിട്ട് നിലവിളിച്ച് ആരാധനയും കൈയടിയൊക്കെ ആയിട്ട്. പക്ഷെ ആ 4 വരിയേ ഉള്ളായിരുന്നു ആദ്യം. അതിനുശേഷം പിന്നീട് ബാക്കി എഴുതിയല്ലേ? അത് ഈ ലോക്ക്ഡൗണിലാണ് കംപ്ലീറ്റ്. ഓ ശരി. ഇപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്ന പാട്ടുകളൊക്കെ ഓരോ ജീവിത അനുഭവങ്ങളിൽ നിന്നുമാണ്. ഒന്നെങ്കിൽ കൃത്യമായ ദൈവിക ഇടപെടലുകൾ, ദൈവത്തിന്റെ സന്ദർശനങ്ങൾ, അല്ലെങ്കിൽ വചനം വായിക്കുമ്പോൾ വചനം നമ്മോട് സംസാരിക്കുന്നത്. അപ്പം നമ്മുടെ യാത്രയില്ല. അപ്പം മുമ്പ് പറഞ്ഞ പോലെ ട്യൂണും അതുപോലെ ഈണവും ഈരടികളും ഒന്നിച്ചാണ് നമുക്ക് സാധാരണ ലഭിക്കാറുള്ളത്. ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാസ്റ്ററുടെ ഓരോ പാട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ഏതൊരു വ്യക്തിക്കും കൃത്യമായിട്ട് പാടാൻ പറ്റുന്ന, അവരുടെ അനുഭവമാക്കി നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഈണവും ഈരടികളുമാണ്. മറ്റൊന്നുമല്ല, ഇപ്പം ഉദാഹരണത്തിന് ഒരുപക്ഷെ ബൈബിളിലെ വാക്യമാണെങ്കിലും പോരായേ, പിന്നെ ഞാൻ യോഗ്യനല്ല, അപ്പം ആ വരികളൊന്നുകൂടെ പറഞ്ഞോ, എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, പോരാത്തവനെ ചുരുക്കം ഒരു ബൈബിളിലെ വാക്യാണെങ്കിൽ പോലും അല്പം കൂടി ഈ കൃത്യമായിട്ട് വലിയ ഭാഷാശുദ്ധി വരുത്തി നമുക്ക് എഴുതാൻ പറ്റും. പോരാത്തവനാണെന്നുള്ളത് കുറച്ചുകൂടി നല്ല ഭാഷ ഉപയോഗിച്ച് എഴുതാൻ പറ്റും. പക്ഷേ ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരം ഗാനങ്ങൾ ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ അർത്ഥം അവരുടെ ജീവിതമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗാനങ്ങളായതുകൊണ്ടാണ്. ഏതായാലും നമുക്ക് ഈ ഗാനങ്ങൾ കേൾക്കാം അല്ലേ? പ്രേക്ഷകർ വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുത്തിട്ടുള്ളൊരു ഗാനമാണ്, അവർ നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരു ഗാനമാണ്, അവരുടെ നാവിൻ തുമ്പിൽ ഇന്നും മൂടുന്നൊരു ഗാനം. ഈ ഒരു വാക്കുമതി എന്നുള്ള ആ പദം ആവർത്തിച്ച് അതിൻ്റെ കോറസ് മാത്രം ഇന്ന് ഒരു പക്ഷേ ലോക്ക്ഡൗൺ ആയിട്ട് ചർച്ചകളൊക്കെ സൂം മീറ്റിങ്ങിലാണെങ്കിൽ പോലും ആളുകൾ ഏറ്റെടുത്ത് സാക്ഷിക്കാണെങ്കിലും അല്ലാതെയൊക്കെ പാടുന്നൊരു ഗാനമാണ്. ഈ ഗാനങ്ങളൊക്കെ ഇവിടെ വീണ്ടും ഞങ്ങൾ ആവർത്തിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അതൊരു വലിയ ചാലകശക്തിയെ വർദ്ധിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരം ഗാനങ്ങൾ വീണ്ടും ഇവിടെ ആവർത്തിച്ച് പാടുന്നത്. ഇന്ന് ചില ഗാനങ്ങളും ഒപ്പം ഈ ഗാനങ്ങളുടെ അനുഭവം, അതോടൊപ്പം തന്നെ പാസ്റ്റർ റെജി നാരായണൻ്റെ ജീവിതം ഒന്നുകൂടി പരാവർത്തനം പറയുകയാണ് ജീവിതം പറയുമ്പോൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. നമ്മോടൊപ്പം ഈ പ്രോഗ്രാമിൽ ചില വിശിഷ്ട വ്യക്തിത്വങ്ങൾ കൂടി ചേരുന്നു. പ്രേക്ഷകർക്കായി ഞാൻ പറയുന്നു, പാസ്റ്റർ അനിൽ അടൂരിനോടൊപ്പം തന്നെ ജെറി ടൈറ്റസ് മാത്യു ഇന്ന് ഗാനങ്ങളുമായി നമ്മോടൊപ്പം ചേരുകയാണ്. താൻ പത്തനംതിട്ട സ്വദേശിയാണ്. ഖത്തറിൽ താൻ ഒരു ജോലി സംബന്ധമായി ആയിരുന്നു, എന്നാൽ ഇന്ന് ഫുൾ ടൈം ഒരു സുവിശേഷകനായി, ഗായകനായി, വർഷിപ്പ് ലീഡറായി ക്രൈസ്തവകരിലെ ഏറ്റവും അടുത്തറിഞ്ഞൊരു വ്യക്തിയാണ്. ഒന്നുകൂടി ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ യോഗ്യനല്ല എന്ന വീഡിയോ ആൽബത്തിൽ ഗാനം ആലപിച്ച ആ വീഡിയോയിൽ കാണുന്ന നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഡിവൈസുകളിൽ, അതായത് നിങ്ങളുടെ മൊബൈലിലൊക്കെ കാണുന്ന മുഖങ്ങളാണ് ഇവർ രണ്ടുപേരും. ഒപ്പം
ഇന്ന് വളരെ പരിചയമുള്ള മറ്റൊരു വ്യക്തി കൂടി പരിചയപ്പെടുത്തുന്നു. കീബോർഡുമായി അക്കമ്പനി ചെയ്യാൻ വേണ്ടി ജോബിൻ ജോസ് അടൂർ നമുക്ക് വേണ്ടി ഈ ഗാനങ്ങളോടൊപ്പം തന്നെ ചേരുകയാണ്. ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ഏറ്റവും അധികം ലൈവ് പ്രോഗ്രാമുകൾ ചെയ്തൊരു വ്യക്തി. അതിനു മുമ്പ് അനേക സംഗീത പരിപാടികൾക്ക് കീബോർഡ് അക്കമ്പനി ചെയ്ത നല്ലൊരു കീബോർഡ് വാദകനാണ്. തന്നെയും ഈ 3 പേരെയും ജീവിതം പറയുമ്പോൾ എന്ന പ്രോഗ്രാമിലേക്ക് പ്രേക്ഷകർക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ ഗാനം കേട്ട ശേഷം ബാക്കി വിവരങ്ങളുമായി മടങ്ങി വരാം. ഈ ഗാനം ശ്രവിക്കാം. ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ
യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. ആരുമില്ലേ എനിക്ക് പുകഴാൻ ആരും ഈ ഭൂമിയിലില്ലേ. യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എൻ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും. നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കു മതി എനിക്കതു മതിയേ. 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 എന്റെ പുരക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടും ഇരിപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുരക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടും ഇരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കു മതി എനിക്കത് മതിയേ. 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 എനിക്കത് മതിയേ. ഗിൽഗാൽ മീഡിയ ഇൻ അസോസിയേഷൻ വിത്ത് ഗിൽഗാൽ ചർച്ച് ഓഫ് ഗോഡ് ദോഹ ഖത്തർ ജീവിതം പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈ പ്രോഗ്രാം ലൈവ് സ്ട്രീം ചെയ്യുന്നത് സനം TV കോട്ടയം. വളരെ മനോഹരമായൊരു ഗാനം നാം കേട്ട് കഴിഞ്ഞു. ഒരുപക്ഷേ ഇത്രയധികം സ്വാധീനിച്ചൊരു ഗാനം, നമ്മുടെ ജീവിതവുമായി ഏറെ ചേർത്ത് വെച്ചൊരു ഗാനം. ഈ ലോക്ക്ഡൗൺ പീരീഡിൽ നിരാശയോടും വേദനയോടും കൂടി ഇരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആശ്വാസമായി ഒരു വാക്ക് മതി, എൻ്റെ അവസ്ഥകൾക്ക് ഭേദം വരും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സമർപ്പണത്തിൻ്റെ വാക്കാണ്, ഞാൻ യോഗ്യനല്ല ഇതൊന്ന് പ്രാപിക്കുവാൻ. എൻ്റെ പുരയ്ക്ക് അകത്ത് വരുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അതുകൊണ്ട് അങ്ങ് വന്നതിൽ എനിക്ക് സന്തോഷം, ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു, ഞാൻ അഭിമാനത്തോടു കൂടി അങ്ങയെ സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് പിന്നീട് അല്പം കൂടി കേൾക്കാം. ഇതിനു മുമ്പായി ഈ പ്രോഗ്രാം ദയവായി നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. ഇതൊരു ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് പങ്കുവയ്ക്കുക. കാരണം ജീവിതത്തിൻ്റെ തീവ്രമായ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ദൈവം നൽകിയ വരികളും ഈണങ്ങളും ഈരടുകളും ഒപ്പം ജീവിത അനുഭവങ്ങളുമാണ് നിങ്ങൾ പങ്കുവയ്ക്കുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും വേദനയോടും നിരാശയോടും കൂടി ഇരിക്കുന്നെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് ഗിഫ്റ്റാണ് ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ഞങ്ങൾ സമ്മാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത ഗാനങ്ങളുമായി നമ്മൾ വീണ്ടും പങ്കുചേരും. എന്നാൽ അതിനു മുമ്പായി പാസ്റ്റർ റെജി നാരായണൻ ആരാണ്, എന്താണ് ഈ ഗാനങ്ങൾക്ക് എഴുതിയ വ്യക്തി, ഇദ്ദേഹമാണോ, ഇദ്ദേഹത്തിൻ്റെ ലൈഫ് എന്താണെന്ന് നമ്മളൊന്ന് അറിയേണ്ടതായിട്ടുണ്ട്. റാന്നി സ്വദേശം അല്ലേ? അച്ഛൻ നാരായണൻ, അമ്മ ജാനകി, വീട്ടുപേര് മേലെ പറക്കുളത്ത്. ചെറുപ്പം മുതലേ ഹൈന്ദവ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും ഒക്കെ നിന്നൊരു വ്യക്തിയായിരുന്നു അല്ലേ? പ്രേക്ഷകർക്കായി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ശേഷം ബാക്കി പറയാം. വളരെ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഏതൊരു കർമ്മത്തെയോ ആചാരങ്ങളെയോ വിശ്വാസങ്ങളെയോ വിശ്വാസ പ്രമാണങ്ങളെയോ ഒന്നും ഞങ്ങൾ ഖണ്ഡിക്കുന്നില്ല, അതിനെ എതിർക്കുന്നില്ല. വളരെ ബഹുമാനത്തോടു കൂടി തന്നെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. എന്നാൽ ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും യേശുക്രിസ്തു എന്ന മൂല്യത്തെ കണ്ടുമുട്ടിയുകൊണ്ട് ക്രൈസ്തവ മൂല്യത്തിന് പിന്നാലെ ഒരു ജീവിതം സമർപ്പിച്ചപ്പോൾ ഉണ്ടായി ചേഞ്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരെയും പുകഴ്ത്തുവാനോ ഇകഴ്ത്തുവാനോ വേദനിപ്പിക്കുവാനോ അല്ല ഞങ്ങൾ പറയുന്ന വാക്കുകൾ. വളരെ പ്രതിപക്ഷ ബഹുമാനത്തോട് തന്നെയാണ് ഞങ്ങൾ പറയുന്നതെന്ന് ഓർപ്പിച്ചുകൊണ്ടാണ് അടുത്ത ഭാഗത്തേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നത്. ചെറുപ്പം മുതലേ ഈ വിശ്വാസ പ്രമാണം മുമ്പോട്ട് പോവുകയായിരുന്നു അല്ലേ? വിദ്യാഭ്യാസം എവിടെയായിരുന്നു? വിദ്യാഭ്യാസം റാന്നി തന്നെയായിരുന്നു. വിദ്യാഭ്യാസം അനന്തരം എങ്ങനെയായിരുന്നു? ചെറുപ്പകാലത്തൊക്കെ തീവ്രമായ ആരാധന, ഒരു ദൈവിക ചിന്ത ഉണ്ടായിരുന്നു മനസ്സിൽ? ഭക്തനായിരുന്നു.
അമ്മ അങ്ങനെ വളർത്തിയത്. അപ്പം പ്രാർത്ഥനകളും ജപവും നാമവും ചൊല്ലും ചൊലുത്തും ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ വളർന്നു വന്നല്ലേ. ഒരു ദൈവഭക്തി ഉണ്ടായിരുന്നു, ഒരു ദൈവചിന്തയുണ്ടായിരുന്നു, ഒരു മതബോധം ഉണ്ടായിരുന്നു, ഒരു ദൈവാന്വേഷണം ഉണ്ടായിരുന്നല്ലേ. ആ ചെറുപ്പകാലങ്ങളിലൊക്കെ ദൈവം ആരാന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഏതായാലും പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ അത് നിശ്ചയമായിട്ടും. അത് ഓരോ ദൈവിക ചിന്തകൾ വരുമ്പോഴും സന്ദർശനങ്ങൾക്ക് പോകുമ്പോഴും ഒക്കെ കാണുന്നത് ദൈവമായിട്ട് അതിനെ കാണുകയും അതിലേക്ക് ഉൾക്കൊണ്ട് ലയിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. നമ്മുടെ സങ്കല്പങ്ങൾ ഉയരുന്നതെല്ലാം ദൈവമായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സത്യദൈവത്തെ അന്വേഷിക്കാനുള്ള ത്വര നമ്മൾക്കുണ്ടായിരുന്നു അല്ലേ. സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്ന ആ സത്യദൈവത്തെ തന്നെ അന്വേഷിച്ചു കൊണ്ടുള്ള യാത്രയായിരുന്നല്ലോ ജീവിതത്തിന്റെ എല്ലാ വണങ്ങലുകളും. അതിൽ കൂടി ആ ദൈവം എന്നെ കണ്ടു എന്നതാണ് ഏറ്റവും വലിയ സത്യം. ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ, ഓരോ ആചാരങ്ങളും അനുഷ്ഠിക്കാനും, ഓരോ തീർത്ഥാടനം നടത്തുമ്പോഴൊക്കെ സത്യത്തിൽ ദൈവം എൻ്റെ മുമ്പിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടാൽ കൊള്ളായിരുന്നു എന്ന് നിശ്ചയമായിട്ടും ഉണ്ടായിരുന്നു. അത് ഏറ്റവും ഏത് മനുഷ്യന്റെ ആഗ്രഹവും. അതെ, ഏത് മനുഷ്യന്റെ ആഗ്രഹം അത് തന്നെയാണ്. പിന്നീട് ഈ വിദ്യാഭ്യാസ അനന്തരം ജോലിക്കായി ശ്രമിച്ച് ഡൽഹിയിലേക്ക് പോയി അല്ലേ. 1984 പോകുന്നത്. മൂത്ത ചേച്ചി അവിടെയായിരുന്നു. ശരി. ചേച്ചിയുടെ അടുക്കിലേക്കാണ് പോയത്. അവിടെ പിന്നെ തുടർന്ന് വിദ്യാഭ്യാസം +2 കഴിഞ്ഞ് ഞാൻ പോകുന്നു. വിദ്യാഭ്യാസം ചെയ്യണമെന്നൊക്കെയുള്ള ഒരു ഇതിലായിരുന്നു പോയത്. പിന്നെ ജോലിക്ക് കയറി സ്റ്റെനോഗ്രാഫറായിട്ട് പഴയ ടൈപ്പും ഷോർട്ട് ഹാൻഡും ഒക്കെ. അത് പഠിച്ചെടുത്തൊന്നുമല്ല, തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വന്നതാണ്. അപ്പം പണ്ടൊക്കെ നമ്മളൊരു കാര്യം പറയുമ്പോൾ തന്നെ അപ്പം പ്രത്യേകിച്ച് ഓഫീസ് സെക്രട്ടറിമാരൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, പണ്ട് ടൈപ്പ് ഷോർട്ട് ഹാൻഡ് എഴുതുന്ന ആളുകൾ, ഞാനും പഠിച്ച ഒരാളാണ്. അതുകൊണ്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ തന്നെ കുറിയും വരയും ഭരിച്ച് പെട്ടെന്നല്ലേ. അതെ, എനിക്ക് എൻ്റെതായ ശൈലിയിലുള്ള ശരി. എത്ര വർഷം അങ്ങനെ ജോലി ചെയ്തു? ഞാൻ 84 മുതൽ 95 വരെ. 95 വരെ. അതിനുശേഷമാണ് ഗൾഫിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടാകുന്നത്. അവിടെ നിന്നാണ് പോയത്. 95 വരെ ജോലി ചെയ്തു. 92 എൻ്റെ വിവാഹം കഴിഞ്ഞു. 92 കഴിഞ്ഞു. നിങ്ങൾ കുടുംബമായിട്ടാണ് അങ്ങോട്ട് പോയത്? പിന്നെ കുടുംബമായിട്ട് പോയി. പിന്നെ 95 അത് തീർത്തിട്ട് നാട്ടിൽ വന്നു. പിന്നെ 96 സൗദിയിൽ ജോലിക്ക് പോയി. അവിടെ എന്ത് ഓഫീസിൽ? അവിടെ ഓഫീസ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യായിരുന്നു. നല്ലൊരു സെമി ഗവൺമെൻറ് കമ്പനി ആയിരുന്നു. അപ്പം നമുക്കറിയാം, നമ്മുടെ ഈ വിദേശവാസം എന്ന് പറയുന്നത് ഒരു ഏകാന്തമായ വാസമാണെങ്കിൽ പോലും ഒരു സങ്കര സംസ്കാരം, സംയോജിതമായ ഒത്തിരി വിശ്വാസ പ്രമാണങ്ങളെയും ആചാരങ്ങളുടെയൊക്കെ ഒരു സങ്കലനം, അതുപോലെ തന്നെ നമ്മൾ ഒന്നിച്ച് താമസിക്കുന്ന ഇടങ്ങളിലൊക്കെ അവിടെയൊക്കെ നമ്മുടെ വിശ്വാസത്തെ ഖനിക്കുന്ന നിലയിൽ അല്ലെങ്കിൽ ഒന്ന് ഉയർത്താനുള്ള ശ്രമം നടത്തുക, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ഈ ചിന്തയൊക്കെ ഒന്നുകൂടി ഉണർത്തുന്നേറ്റോ? ഇല്ല, അവിടെ ജാതിമത ചിന്തകളൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നതല്ല. വാസ്തവത്തിൽ നമ്മുടെ മനസ്സിൽ ഒരു മതബോധവും മതചിന്തയൊക്കെ ഉണ്ടായിരുന്നു. കൂടെ താമസിക്കുന്ന ആളുകളുടെ വൈവിധ്യമാർന്ന ആചാരവും അനുഷ്ഠാനമുള്ള ആളുകളായിരുന്നപ്പോൾ പ്രായമാണ് നമ്മളിൽ കടന്നു വരുന്ന ഒരു ചിന്തയുണ്ട്, ഇത് സത്യമാണോ ശരിയാണോ എന്നൊക്കെ ചിന്തിച്ചിരുന്നു ആ കാലഘട്ടങ്ങളിൽ. ഞങ്ങൾക്ക് ആക്ച്വലി ഓഫീസ് ഫ്ലാറ്റ് ആയിരുന്നു. ശരി. എൻ്റെ കൂടെ ഒരു ഹിന്ദിക്കാരനായിരുന്നു. ശരി. പ്രാഞ്ചന്ദ്, ഒരു എക്സ് മിലിറ്ററി. പിന്നെ ഞാനവിടെ ചെല്ലുമ്പോൾ പ്രതാപൻ എന്ന് പറയുന്ന അങ്കമാലിക്കാരൻ ഒരാളുണ്ടായിരുന്നു, ഒരു മലയാളി. അദ്ദേഹം എനിക്ക് ഓഫീസിലെ സീറ്റ് ഒഴിവാക്കിയിട്ട് അദ്ദേഹം ക്യാമ്പിലേക്ക് പോവാണ്. ഒരു 150-200 കിലോമീറ്റർ ദൂരെ പോകാനുള്ള കാരണം അദ്ദേഹം പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്വസ്ഥമായ ഒരു തലം സ്വയമായി കണ്ടെത്തി. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് മാറി. സാധാരണ ക്യാമ്പിൽ നിന്ന് ആൾക്കാർ പോകാറില്ല. അതെനിക്ക് വേണ്ടി ദൈവം ഒരിക്കലും ഒരു വഴി പോലെ. ഞാനൊരു മറ്റൊരു ചിന്താഗതിയിൽ അവിടെ ചെന്നു. പക്ഷെ അദ്ദേഹത്തെ ഞാൻ കണ്ടു, അദ്ദേഹം ക്യാമ്പിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഞാൻ അദ്ദേഹത്തോട് കയർത്തു. എന്നോട് ഹിന്ദിക്കാരൻ പറഞ്ഞു, യൂത്ത് ഓഫ് പൂന്തക്കോസേ. ഞാൻ ചോദിച്ചു, പെന്തിക്കോസാന്ന് ചോദിച്ചു റൂമിൽ വെച്ച്. ഞാൻ പറഞ്ഞ ഞാൻ പെന്തിക്കോസാന്ന് പറഞ്ഞു. അപ്പോൾ പ്രതാപൻ, അപ്പം നീ ഹിന്ദു ആയിരുന്നു. ഞാൻ അദ്ദേഹത്തോട് കയർത്തു. എന്നിട്ട് അദ്ദേഹത്തെ വേദനിപ്പിച്ചു, കരയിപ്പിച്ചു. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ വണ്ടി വന്നു. പോകാൻ നേരം അദ്ദേഹം ഞാൻ കിടക്കുന്ന ബെഡിൽ, അതുവരെ അദ്ദേഹം കിടന്ന ബെഡാണ്, കൈ വെച്ചിട്ട് പറഞ്ഞു, RAJ എന്നാണ് എൻ്റെ സ്പെല്ലിങ്, രാജി എന്നാ വിളിക്കുന്നത്. രാജി, ഈ കട്ടിലിൽ കിടന്നുകൊണ്ട് ഞാൻ യേശുവിൻ്റെ മഹത്വം അനുഭവിച്ചവനാണ്. പിണങ്ങുത്തും ഒന്നുമില്ല, വളരെ സിമ്പിളായ വളരെ സോഫ്റ്റായ ക്യാരക്ടർ. ഈ യേശുവിനെ നീയും കാണുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോടാന്ന് പറഞ്ഞു. ഇറങ്ങി അങ്ങോട്ട് പോകാൻ നേരം ആ ഡോറിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഇന്ന് ഓർക്കുന്നു, നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു, എൻ്റെ അമ്മയെ ചങ്ങലയിൽ പൂട്ടിയിട്ടിരിക്കുന്നു, എൻ്റെ അച്ഛനും അങ്ങേ തൂണിൽ ചങ്ങലയിൽ, എൻ്റെ മൂത്ത ചേച്ചിയെയും ചങ്ങലയിൽ പൂട്ടിയിട്ടിരിക്കുന്നു. കാട് പിടിച്ച് വളർന്ന ഒരു വീട്, പട്ടി ഓലിയിടുന്ന വീട്, ആരും മതിലിനകത്ത് അടുക്കത്തില്ല. മൂത്ത സഹോദരൻ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്നു. ശമ്പളം കിട്ടി വരുമ്പോൾ വരുന്ന വഴിയിൽ മരത്തിൻ്റെ ചുവടും മാന്തിയിട്ട് പണം അതിനകത്തിടും. പിള്ളേരതെടുക്കാൻ നോക്കി നിൽക്കും. ആരെങ്കിലും എറിയുന്ന അപ്പം തിന്ന് വളരുന്ന എൻ്റെ അമ്മയും അച്ഛനും സഹോദരിയും. ബോംബെയിൽ
ഞാനും പാരമ്പര്യ ഭ്രാന്ത് പിടിച്ച് അലയാൻ നേരം വഴിയിൽ വെച്ച് എൻ്റെ തോളിൽ തട്ടിയ ഒരു മനുഷ്യൻ സോറി പറഞ്ഞപ്പോൾ യേശു നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കിൽ രക്ഷപ്പെട്ടവനാണ് ഞാൻ. ഇത് പറയുമ്പോൾ സാറിന് കാണുന്നറിയില്ല, ഞാൻ കരഞ്ഞുപോയി. ഞാൻ ആ മനുഷ്യനെ കുറേ നേരം നോക്കിയിരുന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ വണ്ടി വന്നു, ഇറങ്ങിപ്പോയി. പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. വരുന്നു, പെട്ടെന്ന് അവധി കഴിഞ്ഞു, പിന്നെ അദ്ദേഹം തിരിച്ച് പോവായിരുന്നു. ഇതൊക്കെ തന്നെയാണോ ഞാൻ ഇങ്ങനെ ഒരു റൈറ്റപ്പ് വായിച്ചത് വാട്സപ്പിലൊക്കെ ഇപ്പോൾ എല്ലാവരും നമ്മുടെ ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അനുഭവം കുറിച്ചിട്ടുണ്ട്, ഒരു കുറിപ്പ് ഞാൻ വായിച്ചിരുന്നു. അദ്ദേഹത്തെ ഈ ബൈബിൾ ചവിട്ടുകയും അദ്ദേഹത്തെ അത് വേറെ. ഓക്കെ, ശരി, കണ്ടിന്യൂ. അപ്പോൾ അദ്ദേഹത്തിന് കെയർ ഓഫിൽ ചില കൂട്ടുകാർ എല്ലാവരും അവർ വരിക. അടുത്ത ആഴ്ച ഇദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കരയുകയും സൈലൻ്റ് ആകുകയും ചെയ്തപ്പോൾ അദ്ദേഹം കൂട്ടുകാരോട് പറഞ്ഞു. അവരെന്നെ കാണാൻ വന്നു, അവരെന്നെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എൻ്റെ ആദ്യത്തെ പ്രോബ്ലം തുടങ്ങുന്നത് എനിക്ക് സിവിയർ മൈഗ്രെയിൻ ആയിരുന്നു. ഓ ശരി ശരി. നമ്മുടെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, സഫ്ദർജംഗ്, ഹോളി ഫാമിലി, ഈ ആശുപത്രിയിലെല്ലാം ഡൽഹിയിലെ എല്ലായിടത്തും ഞാൻ അവിടെ ആയിരുന്നുകൊണ്ട് വളരെ സിവിയർ അറ്റാക്കിലായിരുന്നു. അപ്പം ഇത്രയും തീവ്രമായ ഒരു അനുഭവമാണ്. കാരണം ഇവിടുത്തെ ഒരു പരിചരണമല്ലല്ലോ ഗൾഫിലേക്ക്. അതെ അതെ അതെ. ഇവിടെ അവിടെ ശരിക്കും ഒറ്റപ്പെട്ട പോലെ തോന്നുന്നു. നമ്മുടെ നിയേഴ്സും ഡിയേഴ്സും ഒന്നും അടുത്തില്ലാത്തതുകൊണ്ട് അവിടെ ചെന്നപ്പം ഇവരെന്നെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. ഒരാൾ വന്ന് നല്ല സ്നേഹമുള്ളവരാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ വരുന്നില്ല. വീണ്ടും അടുത്ത ആഴ്ച വിളിച്ചു. ഞാൻ പറഞ്ഞു എന്നെ വിളിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്ന്. ബാക്കി എല്ലാ ഫ്രണ്ട്ഷിപ്പും ഓക്കെയാണ്, ഒരുമിച്ചിരിക്കും, ആഹാരം കഴിക്കുമൊക്കെ വരും. പക്ഷെ എന്നെ വിളിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പോകാൻ പറഞ്ഞു. ഞാൻ വരുന്നില്ല, എന്നെ വിളിക്കില്ലെന്ന് പറഞ്ഞു. അവരിറങ്ങിപ്പോയി. പാല് വാങ്ങിക്കാനായിട്ട് ഭയങ്കര വെയിലാണ്. പാല് വാങ്ങിക്കാനായിട്ട് താഴത്തെ ബക്കാലയിലോട്ട് പോയിട്ട് ഞാനവിടെ പോകുന്ന വഴിയിൽ ഒരു കറുത്ത രൂപം എൻ്റെ നേരെ വരുന്നു. അപ്പം എനിക്കെന്തോ ഒരു ഞാനിങ്ങനെ ഒഴിഞ്ഞു മാറാനായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ എങ്ങോട്ട് ഒഴിയുന്നു അങ്ങോട്ട് തന്നെ വരുന്നു. ഭയങ്കര ഒരു രൂപം. അതായത് അത് പ്രത്യക്ഷമായിട്ടുണ്ടോ അതോ പരോക്ഷമായിട്ടാണോ? ഞാൻ കാണുക. ഓ ശരി. എനിക്ക് വെളിപ്പാടില്ലല്ലോ. ഓ ശരി ശരി ശരി. നമ്മൾ പ്രത്യക്ഷമായിട്ട് കാണുക. ഇതിങ്ങനെ എൻ്റെ നേരെ വരും. ഞാൻ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറി. അവിടെ വലിയ വേസ്റ്റ് ഇടുന്ന ഒരു വലിയൊരു ടബ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊരു പൂച്ച, ഒരൊറ്റ അലയും. ഞാനങ്ങ് ഭയന്നു പോയി, ഒരു ഞെട്ടലും. അപ്പോഴേ കടയുടെ മുന്നിലാണ്. കടയ്ക്കകത്ത് കയറി ഒരല്പം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കണ്ണ് കാണത്തില്ല. പാലെടുക്കുന്ന കവറിന് പകരം ലാബാനുണ്ട്, ഈ മോരിൻ്റെ, അതും എടുത്തുകൊണ്ട് വന്നു. റൂമിൽ വന്നപ്പോഴേക്കും തല കറങ്ങിയും താഴെ വീണു. ഹിന്ദിക്കാരൻ എൻ്റെ ഒരു എക്സ് മിലിറ്ററി, അതേ എനിക്കാവുകയായി. ഞാൻ പറഞ്ഞു എനിക്കെന്തോ സംതിങ് പ്രോബ്ലം. പെട്ടെന്ന് തൊട്ടടുത്ത് പാലസ്തീനി, ഈജിപ്ഷ്യൻസ് ഒക്കെ ഉണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്ന് എന്നെ വാരിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അന്നൊരു 8 മണിക്കൂറോളം അവിടെ കിടന്നു. അതായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്. എനിക്കെന്തോ എന്നെ ദൈവം സന്ദർശിക്കുന്ന ദോഷത്തിനല്ല, എന്നെ കർത്താവ് സ്നേഹിച്ചതിൻ്റെ ഭയങ്കര ഒരു സ്റ്റെപ്പായിരുന്നു. പക്ഷെ അതൊന്നും മനസ്സിലാക്കാനുള്ള അറിവ് നമുക്കില്ല. ഈ മനസ്സ് നേർന്നോ? പണ്ടൊക്കെ ഇങ്ങനെ കൊണ്ടാകുമ്പോൾ പെട്ടെന്ന് ഒരു നേർച്ച പരിപാടിയൊക്കെ ആയിരുന്നല്ലോ. അതാ പറഞ്ഞേ, ആ സമയത്ത് നേർച്ച വല്ലതും നേർന്നോണ്ടിരിക്കുകയാണ്. ചെയ്യാവുന്ന എല്ലാം ചെയ്തു. എങ്കിലും നമ്മുടെ കാഴ്ച കിട്ടണം, ജീവൻ തിരിച്ചു കിട്ടണം എന്നൊക്കെയായിരുന്നു സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അവിടെ തുടങ്ങി ഈ കൂട്ടുകാരനോട് അടുക്കുകയും, അന്ന് പേജറാണ്, മൊബൈലിൽ പേജർ ചെയ്യുകയും എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്തു. ഇതിങ്ങനെ വന്ന് 6 മാസത്തിലൊരിക്കലായി. പെട്ടെന്ന് ആദ്യമായിട്ട് തുടങ്ങിയത്. പിന്നെ 4 മാസത്തിനിടയിലായി സിവിയർ അറ്റാക്കാണ്. ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടായി, ഞാൻ ഇത് കണ്ടിട്ടില്ല. 14 മണിക്കൂറൊക്കെ ഞാനിങ്ങനെ കറങ്ങി കിടക്കുന്നത്. 5 പെയിൻ കില്ലർ. ആ കോക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അത് ഒരു ഫിലിപ്പീനി നേഴ്സാണ്. പറഞ്ഞു 4 എണ്ണം കഴിഞ്ഞു, ഇനി 5ാമത്തേതാണ്, നീ എങ്ങനെ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റും? ഞാൻ നോ പ്രോബ്ലം, ഇഞ്ചെക്ട് ചെയ്യാൻ പറഞ്ഞു. താങ്ങാൻ പറ്റുന്നില്ല. തലമുടി ഇങ്ങനെ വിരലിട്ട് പിടിച്ച് വലിക്കും, എന്നിട്ട് കൈ ഭിത്തിയിലിടിക്കും. വേദന സഹിക്കാൻ വയ്യാതെ കയ്യെ കട്ടിച്ച് പറിക്കും. ബാത്റൂമിൽ പോയി തലയിട്ടിട്ടിക്കും. അതുപോലെ സിവിയറായി. വന്നത് മാസത്തിലൊരിക്കലായി, ആഴ്ചയിലൊരിക്കലായി. ഓഫീസിൽ നിന്ന് ഞാൻ ആ റിപ്പോർട്ട് കൊണ്ട് ബോസിന് കൊടുക്കുന്നത്. അപ്പോൾ എന്നെ കയറ്റി വിടണമെന്നുള്ള റിപ്പോർട്ടാണ്. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് എന്നെ വലിയ ഇഷ്ടമാണ്. അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ, രാജി ഹൗ ആർ യു, വാട്ട്സ് യുവർ റിപ്പോർട്ട്? സർ ഇറ്റ്സ് ഓക്കെ, പെർഫെക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് വേദന വന്ന് സഹിക്കാൻ വയ്യാതെ കണ്ണൊക്കെ അങ്ങ് ചുമക്കും. ബാത്റൂമിൽ പോയി പൈപ്പിലൊക്കെ കട്ടിച്ച് പിടിച്ചിട്ടുണ്ട്. അതുപോലെ പെയിൻ എടുത്തിട്ടുണ്ട്. അവസാനം എന്നെ പല പ്രാവശ്യം റൂമിൽ പ്രാർത്ഥനയ്ക്കൊക്കെ വിളിച്ച ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ ഒരു TPMൻ്റെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചതല്ല, ഞാനായിട്ട് സ്റ്റെപ്പ് വെച്ചത്. അപ്പം ഞാൻ ഒരല്പം സ്മോളൊക്കെ അടിക്കും. അപ്പോൾ അവിടെ ഒന്നും സ്വാഭാവികമല്ലല്ലോ. അപ്പം
എന്നെ അദ്ദേഹം മദ്യപിക്കുമായിരുന്നു അല്ലേ? ചെറുതായിട്ട് വലിയ നമ്മൾ പരസ്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല ആ കാലഘട്ടങ്ങളിലല്ലേ. വലിയ കുടിയൊന്നല്ല, എന്നാലും കുടിക്കുമ്പോൾ കുടിക്കുമായിരുന്നു. അങ്ങനെയാണല്ലോ, എന്നും മദ്യപിക്കാറില്ല, കുടിക്കുമ്പോൾ കുടിക്കും. എന്നും കുടിക്കുക വെച്ചാൽ എന്നും കുടിക്കാറില്ല. എപ്പോൾ കുടിക്കുമ്പം എന്ത് ചെയ്യും, നല്ലോണം കുടിക്കും. അവസാനം ഞങ്ങളിങ്ങനെ റൂമിൽ ഇങ്ങനെ കിടക്കുക, എൻ്റെ കൂട്ടുകാരൻ്റെ റൂമിലാണ്. അപ്പോൾ ഇവർ പ്രാർത്ഥനയ്ക്ക് പോവാം വെള്ളിയാഴ്ച, ഒരു വീട്ടിലിങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ എന്നെ കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവനും പോവാം. ഞാൻ ചോദിച്ചു നീ പോവാണോ? അവൻ വിശ്വാസിയൊന്നുമല്ല. അവൻ പറഞ്ഞു ഞാനും പോവാന്ന് പറഞ്ഞു. ചെന്നിത്തലക്കാരാണ്, ജോൺസൺ എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലാണ് ഞങ്ങൾ അവിടെ വെച്ചാണ് രക്ഷിക്കപ്പെടുന്നത് ഞാൻ പറയാം. അപ്പോൾ TPM-ൻ്റെ യോഗത്തിലേ ഇവർ പോകുന്നത്. അപ്പം ഞാൻ ഓർത്ത് ഇവർ പോയാൽ പിന്നെ കറങ്ങി തിരിച്ച് വൈകിട്ടൊക്കെ വരത്തുള്ളൂ. അപ്പം ഞാൻ ഒറ്റയ്ക്കായി പോകും, ഫുഡ് ഉണ്ടാക്കാനൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ അസുഖം കൂടിയുള്ള സമയത്താണ്. അസുഖം അത്ര സീവിയർ ആയിട്ടൊന്നും എടുക്കുന്നില്ല, കാര്യമായിട്ട് എടുക്കുന്നില്ല, പക്ഷേ നല്ല അറ്റാക്ക് ഉണ്ടാകാറുണ്ട്. അദ്ദേഹം പോകുന്നതുകൊണ്ട് പുറകെ ഞാനും ചാടി റെഡിയായിട്ട് പെട്ടെന്ന് അവരുടെ കൂടെ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞ കൂട്ടുകാരൻ. അപ്പം ബിരിയാണി ഉണ്ടാക്കി കഴിക്കാനുള്ള ബുദ്ധിമുട്ട് പോയി. അത് അവിടെ ചെന്ന് അവരുടെ ചെരുപ്പൊക്കെ വലിച്ചെറിയുകയും അവരെ കുറ്റം പറയുകയും TPM-ൻ്റെ അവരുടെ മുമ്പിൽ കൊണ്ട് എന്നെ ഇരുത്തി അവർ അന്യഭാഷ പറയുമ്പോൾ ഞാനും അവരെ ഗോഷ്ഠിയൊക്കെ കാണിച്ചു. അപ്പം അവർ ശാസിക്കുമായിരുന്നു ഭോപിശാചി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്, അയ്യോ ഇവിടെ പിശാചി വന്നു, എന്താ ഈ പിശാചി എന്നൊക്കെ പറഞ്ഞു. ആദ്യത്തെ എക്സ്പീരിയൻസാണ്. അതിനുശേഷം ബഹളമൊക്കെ ഉണ്ടാക്കി അവിടെ നിന്നു. പിന്നെ ഈ സിവിയർ അറ്റാക്കെല്ലാം വന്ന് മരിപ്പോറായി. അതാണ് എന്നെ ശരാധിപൻ്റെ ബാല്യക്കാരൻ മരിപ്പോറായെന്ന് പറഞ്ഞപ്പോൾ ആയിനോ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയുടെ ആ സംഭവം എന്താണ്. ഒത്തിരി അനുഭവത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് ശരിക്കും ചത്തുപോകുമെന്ന് ഫൈനലാക്കിയ സമയത്ത് ഒത്തിരി കരുതലുണ്ട്. എൻ്റെ ഭാര്യയുടെ ഫോട്ടോയുടെ മുമ്പിൽ പേപ്പർ വെച്ചു, അമ്മയുടെ കുഞ്ഞുങ്ങളുടെ എല്ലാം മുമ്പിൽ ഫോട്ടോയുടെ മുമ്പിൽ പേപ്പർ വെച്ചിട്ട് ഞാൻ മരിക്കുന്നവർ കാണണ്ടെന്ന് പറഞ്ഞ് കസേരയിൽ ഇരുന്നപ്പോഴാണ് ചെന്നിത്തലക്കാരൻ ജോൺസൺ എന്ന് പറയുന്ന എൻ്റെ സഹോദരൻ, ഞാൻ ഉപദ്രവിച്ചതാണ് പണ്ട് അദ്ദേഹം വന്ന് കഥയെ തട്ടി. ഹിന്ദിക്കാരിപ്പോൾ എന്നെ ആശുപത്രി കൊണ്ടുപോകത്തില്ല, അവർക്ക് പേടിയാണ്, കാരണം പോകുന്ന വഴി എന്തെങ്കിലും സംഭവിച്ചാണെന്നുള്ളത്. ഇദ്ദേഹം വന്നു ഫ്രഷായിട്ട് ജ്യേഷ്ഠൻ തമ്പിച്ചാൻ, അദ്ദേഹം ഇപ്പോഴും സൗദിയിലുണ്ട്, അദ്ദേഹത്തിനടുക്ക് പ്രാർത്ഥനയ്ക്ക് പോകും. ആ ഭവനത്തിലേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെല്ലുന്നു അല്ലേ? പിന്നീടുള്ള ചരിത്രം നമുക്ക് ഒരു ഗാനത്തിന് ശേഷം പറയാം. ഈ സ്നേഹത്താൽ പിടിക്കപ്പെട്ട വ്യക്തിക്ക്, അല്ലെങ്കിൽ സ്നേഹം രുചിച്ചറിഞ്ഞ വ്യക്തിക്ക് പിന്നീട് പറയാൻ പറ്റുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ: ഇത് പോരായേ, ഇത് പോരായേ, നിൻ സ്നേഹം, നിൻ സാമീപ്യം പോരായേ, മതിയാകുന്നില്ലേ നിൻ സ്നേഹം, അല്ലേ, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. അതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. പാസ്റ്ററുടെ ഏറ്റവും ജനങ്ങൾ ഏറ്റെടുത്ത മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പാട്ടാണ് ഈ ഗാനം. പാസ്റ്റർ അനിൽ അടൂർ ആലപിച്ച ഈ ഗാനം അദ്ദേഹം തന്നെ നമുക്ക് വേണ്ടി ആലപിക്കും. പ്രിയ പ്രേക്ഷകർക്കായി പറയുന്നു, ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ട് പഴകിയല്ല, വീണ്ടും വീണ്ടും പാടുന്ന ഏറ്റെടുത്തൊരു ഗാനമാണ് ഈ പറഞ്ഞ ഗാനം. നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ആശ്വാസം നൽകുന്ന ഇത് പോരായേ, ഇത് പോരായേ എന്ന് പറഞ്ഞാൽ, ഈ പാട്ട് കേട്ടിട്ടും സാമീപ്യം അറിഞ്ഞിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞിട്ടും മതിയാകുന്നില്ലാത്ത നിലയിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുചെന്ന് എത്തിക്കുവാൻ ഇടയായി തീർന്നത് എന്താണ് എന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഈ പാട്ട് എഴുതേണ്ട കാരണമല്ലോ, ഇത് ഡൽഹിയിൽ വെച്ച് ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ അവിടെ ചെന്നപ്പം 12 മണിക്കൂർ മീറ്റിംഗ് ആയിരുന്നു. ഓ ശരി. ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതുവഴി നടന്നു വന്ന രണ്ട് സർദാർമാർ കയറി, പ്രായമുള്ളവരായിരുന്നു. അപ്പോൾ അടുത്ത സെക്ഷൻ ഞാൻ കയറാൻ തുടങ്ങുകയാണ്. അവർ വന്നു, അവിടെ നിന്നിട്ട് ഹല്ലേലൂയൊക്കെ പറയാൻ, നമ്മൾ ഒരാളെ കരം കയറി ദൈവത്തെ സ്തുതിക്കുന്നൊക്കെ പറയുമ്പോൾ വളരെ പറഞ്ഞു പോയില്ല, ഇങ്ങനെ പൊക്കാതിരിക്കുക എന്നൊക്കെ ഓർത്ത് പൊക്കുമ്പോൾ ഇവർ ടെക്നിക്കലായിട്ട് രണ്ട് കൈ പൊക്കി പിടിച്ചിട്ട് ഹല്ലേലൂയ പറയാം. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇവരെയൊക്കെ പ്രാർത്ഥനയ്ക്ക് വരുന്നതാണെന്ന് ചോദിച്ചു. അടുത്തിരുന്നാൾ അല്ലല്ല, ഫസ്റ്റ് ടൈം ഇതിലെങ്ങോട്ട് പോയാന്ന് പറഞ്ഞു. ഒരു ഹല്ലേലൂയ പറയാം കൈ പൊക്കിയിട്ട്. ഞാനവിടെ നിന്ന് കരഞ്ഞു പോയി. അപ്പോൾ ആ സ്നേഹം കണ്ടപ്പോൾ ദൈവമേ, എനിക്കിതുപോലെ സിമ്പിളി ഒന്ന് സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. തല കുനിച്ചിട്ട് പൊട്ടിക്കരഞ്ഞു. ഇത് പോരായേ, ഇത് പോരായേ, നിൻ സാമീപ്യം പോരായേ. ഞാനിവിടെ നിന്ന് കരഞ്ഞു. അടുത്ത സെക്ഷനിലേക്ക് കയറാൻ കഴിയാതായി. അവിടെ നിന്ന് ഒത്തിരി കരഞ്ഞിട്ട് അന്നും ഈ 4 ലൈൻ അവിടെ നിന്ന് പാടി. ആ പാട്ടിൻ്റെ പിറവി അവിടെ നിന്നാണ്, ദൈവവചനത്തിലൂടെ പിന്നീട് ലഭിക്കും. ഓരോ ഗാനത്തിൻ്റെയും പിന്നിലെ കഥയും അല്ലെങ്കിൽ സംഭവങ്ങൾ എങ്ങനെയാണ്, കഥയല്ല, വാസ്തവത്തിൽ സംഭവിച്ച സംഭവങ്ങൾ എന്താണ്, ഈ ഗാനം പിറക്കാനുള്ളതിൻ്റെ പിന്നിലെ ചരിത്രമാണ് ഈ ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ റജി നാരായണൻ്റെ ഗാനങ്ങളുടെ പ്രത്യേകത
തീവ്രമായ ജീവിത അനുഭവങ്ങളുടെയും സാന്നിധ്യങ്ങളുടെയും ദൈവിക ഇടപെടലിൻ്റെയും, ഒന്നുകൂടി പറഞ്ഞാൽ ദൈവം കൃത്യമായി തന്നോട് സംസാരിക്കുന്ന ഈണവും ഈരടിയുമാണ് എഴുതി വെക്കുന്നത്. അതുകൊണ്ടാണ് ജനങ്ങൾ ഏറ്റെടുക്കുകയും അവരുടെ ഗാനമായി പാടുകയും ചെയ്യുന്നത്. ഒരുപക്ഷേ തകർന്നു പോയ ഏതൊരു വ്യക്തിക്കും പറയാനും കഴിയുന്നത് ഇതും പോരാ, ഇങ്ങനെയൊന്നും സ്തുതിച്ചാൽ പോരാ, ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ, ഇങ്ങനെ ദൈവത്തെ ആരാധിച്ചാൽ പോരാ. കാരണം ദൈവത്തിൻ്റെ സ്നേഹം ആ കാൽവറിയിൽ നമുക്ക് വേണ്ടി ഒരുക്കിയ സ്നേഹം ഓർത്താൽ മതിയാകയില്ല എന്നാണ് താൻ പറഞ്ഞു വെച്ചത്. നമുക്ക് ഈ ഗാനം കേട്ടിട്ട് ബാക്കി വിശേഷങ്ങളുമായി കടന്നു വരാം. ദയവായി നിങ്ങൾ ഈ പ്രോഗ്രാം കാണുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ക്രിസ്മസ് ദിനങ്ങളിലാണ് ഈ പ്രോഗ്രാം നമ്മൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. ദയവായി നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്ന് ഞങ്ങൾ പറയുമ്പോൾ അതിനപ്പുറമായിട്ട് ഈ പ്രോഗ്രാം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്രോഗ്രാമാണ് ജീവിതം പറയുമ്പോൾ റജി നാരായണൻ്റെ ജീവിതവും ഗാനങ്ങളുമായി. ദയവായി നിങ്ങൾ പങ്കുവയ്ക്കുക. നിങ്ങളുടെ എല്ലാ കമൻറ്റുകൾക്കും നിങ്ങളുടെ എല്ലാ ഷെയറിങ്ങിനും പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായി എല്ലാത്തിനും മറുപടി പറയാനുള്ളൊരു പ്രോഗ്രാം അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ആദരപൂർവ്വം സ്നേഹത്തോട് ഓർക്കുന്നു. നമുക്ക് ഗാനം കേൾക്കാം. ഇപ്പോൾ പാസ്റ്റർ അനിൽ അടൂരും ടീമും നമുക്ക് വേണ്ടി ഗാനം ആലപിക്കും. മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. ഇതുപോരായേ 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 നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. ഇതുപോരായേ 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 നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. അളവില്ലാതെന്നെയേറെ സ്നേഹിച്ചു നീ, ആത്മാവിനെ അധികമായി പകർന്നു നൽകി. അളവില്ലാതെന്നെയേറെ സ്നേഹിച്ചു നീ, ആത്മാവിനെ അധികമായി പകർന്നു നൽകി. ഇതിലും വലുതാ വേറെന്തുള്ളൂ, ഇതിലും വലുതായി വേറെന്തുള്ളൂ. ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാൻ, ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാൻ. ഇതുപോരായേ 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 നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ.
പിരിയാനകരുതേ ഈ ബന്ധം, മാറാനകരുതേ മാർവിൽ നിന്നും. പിരിയാനകരുതേ ഈ ബന്ധം, മാറാനകരുതേ മാർവിൽ നിന്നും. പിരിയില്ലിനിയും മരണം വരെയും, പിരിയില്ലിനിയും മരണം വരെയും, മാറില്ലിനിയും ഞാനാ മാർവിൽ നിന്നും. മാറില്ലിനിയും ഞാനാ മാർവിൽ നിന്നും. ഇതുപോരായേ, 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 നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. നിന്നോടാണ് എനിക്കേറ്റവും പ്രിയം പ്രിയരേ, നിന്നിൽ ഞാൻ കാണുന്നു ജീവന്റെ മുനികളെ. നിന്നോടാണ് എനിക്കേറ്റവും പ്രിയം പ്രിയരേ, നിന്നിൽ ഞാൻ കാണുന്നു ജീവന്റെ മൊഴികളെ. നിന്നെ വിട്ടെങ്ങു ഞാനിനി പോകും പ്രിയരേ, നിന്നെ വിട്ടെങ്ങു ഞാനിനി പോകും പ്രിയനേ. നീയല്ലോ യേശുവേ എൻ ജീവന്റെ ജീവൻ, നീയല്ലോ യേശുവേ എൻ ജീവന്റെ ജീവൻ. ഇതുപോരായേ, 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 നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. ഇതുപോരായേ, 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 നിൻ സാമീപ്യം പോരായേ, യേശുവേ നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. Thank you, Jesus. Hallelujah. ഈ ഗാനം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം അത്രയും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു ഗാനമാണ്. തുടർന്ന് നാം കർത്താവിന്റെ ദാസൻ്റെ പാസ്റ്റർ റെജി നാരായണൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വളരെ നിർണായകമായ ചില സംഭവങ്ങൾ, അതാണ് നാം കേൾക്കാൻ പോകുന്നത്. TPM-ലേക്ക് അല്ലെങ്കിൽ ഒരു സഹോദരൻ്റെ കൂടെ യോഗത്തിന് വേണ്ടി പോകുന്നു, അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിനുശേഷം എന്താ സംഭവിച്ചത്? അവിടെ പോയി അവരുടെ ഫ്രണ്ടിൽ പ്രാർത്ഥന കയറിയിരുന്നു. എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ അവർ മോഹത്തിൻ്റെ ചേഷ്ട, ഞാനും അവരുടെ കൂടെ ഇരുന്ന് തൊട്ട് കയ്യെത്തുന്ന ദൂരത്തായിരുന്നുകൊണ്ട് ചേഷ്ട കാണിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് എന്തോ ബുദ്ധിമുട്ട് പോലെ തോന്നി. എന്തോ റോങ് സ്പിരിറ്റിലാണ് ഞാൻ കാണിക്കുന്നത് മനസ്സിലായി അദ്ദേഹം ശാസിക്കുന്നു. പിശാചി എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ ചുറ്റും നോക്കി, എന്താ ഇവർ ഈ പിശാചിനെ ഇങ്ങനെ ശാസിക്കുന്നത്. അവസാനം എനിക്ക് മനസ്സിലായി എന്നോടുള്ള ഒരു ശാസനം. ഞാൻ പറഞ്ഞു താൻ പോടുമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തർക്കമായി. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന നിർത്തിയപ്പോഴും അപ്പച്ചൻ അന്യഭാഷ നിർത്തുന്നില്ല. കാരണം പുള്ളി ലൈവായിട്ടൊരു പിശാചിനെ കാണുന്ന പോലെ. ഏതായാലും ആ യോഗം കഴിഞ്ഞു. അവിടുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഞാൻ ജോൺസണോട് തിരിച്ചു വന്നു. എന്നോട് പറഞ്ഞു, മേലാൽ നിന്നെ ഒരിടത്ത് കൊണ്ടുവന്നില്ല. ഞാൻ പറഞ്ഞു, മേല എന്നെ വിളിച്ചേക്കല്ലെന്ന് പറഞ്ഞു. ഇതാണ് ഞങ്ങളുടെ അവസാനം. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഒത്തിരി അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി. ഞങ്ങൾ നല്ല സുഹൃത്ത് ബന്ധത്തിലാണ്. പ്രാർത്ഥനയ്ക്ക് വിളിക്കാറില്ല, ഞാൻ പോകാറില്ല. അതുകൊണ്ട് എന്നെ വിളിക്കരുത്. ബാക്കി എല്ലാ സഹകരണങ്ങളും ഉണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ സീരിയസ് ആയിട്ട് ഇങ്ങനെ ആശുപത്രിയിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ദൂരെ എവിടെയോ ജോലിക്ക് പോയിട്ട് വന്ന വഴി ജ്യേഷ്ഠൻ്റെ വീട്ടിൽ പ്രയറിന് കയറാനായിട്ട് എൻ്റെ റൂമിൽ വരികയും ഒന്ന് ഫ്രഷ് ആകാൻ തുടങ്ങും. ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ വളരെ സീരിയസ് ആയി. ഡോറിൻ്റെ അടുക്കൽ കസേര ഇട്ടിട്ട് അവിടെ ഇരിക്കുക. അപ്പോൾ ഹിന്ദിക്കാരനെ ആശുപത്രി കൊണ്ടുപോകത്തില്ല അവരാരും, കാരണം അറിയരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇനി എന്നെ ഇവരെടുത്തുകൊണ്ട് പോയാൽ കമ്പനി തന്നെ കയറ്റിവിടും. ഓൾറെഡി എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുകയാണ്, നല്ല കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും, കയറ്റിവിടുന്നു.
അതോടുകൂടി ഞാൻ കസേരയിൽ ഇങ്ങനെ ഇരിക്കുക, ആരെങ്കിലും എന്നെ കൊണ്ടുപോകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ. അപ്പോഴാണ് ഇദ്ദേഹം വന്ന് ഡോറെ തട്ടുന്നതും തലയൊക്കെ ഇങ്ങനെ ഫ്രഷായിട്ട് ചെയ്തിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പം എൻ്റെ കസേര പിടിച്ച് ആദ്യം ഒന്ന് കുലുക്കി. എൻ്റെ വേദനയ്ക്ക് അതീതമായി ആ കസേര പിടിച്ച് കുലുക്കുന്നത് ഞാൻ സെൻസ് ചെയ്തു. രണ്ടാമത്തെ പ്രാവശ്യം അങ്ങനെ. മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ചാടി അങ്ങ് എഴുന്നേൽക്കുക. ഞാൻ ജോൺസനോട് പറഞ്ഞു, ജോൺസൺ ഞാൻ പ്രാർത്ഥനയ്ക്ക് വരിക എന്ന് പറഞ്ഞു. നീ വരണ്ടെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു മോനെ ഒന്ന് വന്നതിൻ്റെ കേട് തീർന്നിട്ടില്ലെന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ നിർബന്ധമായി എഴുന്നേറ്റ് ഡ്രസ്സ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പിക്കപ്പിൽ കയറി പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പോൾ ബാബു പുല്ലാടെന്ന് പറയുന്ന ഒരു ദേവദാസൻ, ഇന്ന് അദ്ദേഹം ഇല്ലല്ലോ, മാറ്റപ്പെട്ടു, നമ്മുടെ ടിനി ജോർജ് പാസ്റ്റർ ചർച്ചിലെ മോഹൻ എന്ന് പറയുന്ന പാസ്റ്റർ ഫാദർ, അദ്ദേഹം എനിക്ക് വേണ്ടി വന്നതുപോലെ ഞാൻ ചെന്നിങ്ങനെ ഇരുന്നു. കയറിയതേ എനിക്കറിയത്തുള്ളൂ, ഭയങ്കര അസ്വസ്ഥത ആരംഭിച്ചു. അന്ന് ഞാൻ തലമുടിയൊക്കെ പൊട്ടിച്ച് വലിച്ച്, ആർക്കും അറിയാം, ഡൗട്ടൊന്നും തോന്നത്തില്ല, ഞാനിങ്ങനെ കുനിഞ്ഞിരുന്നു. അന്ന് അവിടെ വെച്ച് അദ്ദേഹം പലർക്കും വേണ്ടി പ്രാർത്ഥിച്ച കൂട്ടത്തിൽ ആ ബ്രദർ ഇങ്ങനെ എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്തും ചെയ്യും എൻ്റെ വേദന മാറാൻ. എന്താ നിനക്ക് കുഴപ്പം? എന്തെങ്കിലും അസ്വസ്ഥത? ദൈവം എന്നെ കാണിക്കുന്നു, യേശു നിന്നെ സൗഖ്യമാക്കുന്നു. അപ്പം ദൈവസ്നേഹമൊന്നും അതുപോലൊന്നും എക്സ്പ്രസ് ചെയ്യാൻ എനിക്കറിയത്തില്ല. എന്താ പേരെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ പേര് പറഞ്ഞു. അദ്ദേഹം എൻ്റെ തലയിലോട്ട് കൈവച്ചിട്ട് ഇടത് കൈയിൽ ബൈബിൾ ഉയർത്തി. ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല, ആരെങ്കിലും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല. ബൈബിൾ അങ്ങോട്ട് ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞു, യേശു നിന്നെ സൗഖ്യമാക്കുകയും നീ അവൻ്റെ പുസ്തകം ചുമന്നും വേല ചെയ്യുകയും ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഈ ബൈബിള് പിടിച്ചത്? ഇങ്ങനൊരു പ്രവചനം ഇതുവരെ കേട്ടില്ല. ആദ്യമായിട്ട് കിട്ടിയ ഒരു നാരായണൻ്റെ തലയിൽ കൈവച്ച് ഒരൊറ്റ പ്രാർത്ഥന. ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കി, എനിക്കൊരു ചിരി വന്നുപോയി. എന്തോ ഒരു ചിരി, കളിയാക്കി ചിരിച്ചൊന്നുമല്ല, എനിക്കെന്തോ ഒരു ചിരി പോലെ തോന്നി. ഈ പഴം, ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്നതാണ് ടെസ്റ്റ് മോണി, പഴം നിന്നിട്ട് തൊലി കളയുന്ന പോലെ എന്തോ ഒന്ന് പോയത് എനിക്കറിയാം. തിരിച്ചു വന്ന് ഞാൻ എൻ്റെ സ്വസ്ഥാനത്തിരുന്നു. അന്നത്തെ മീറ്റിംഗ് തീർന്നു. ജോൺസനോട് പറഞ്ഞു, ഇനി മേല എന്നെ വിളിച്ചേക്കരുന്നു. അതോടുകൂടി ഇനി മേലെ വിളിക്കത്തില്ല, നീ ഇതിൻ്റെ പണി നോക്കുന്നു പറഞ്ഞ് ഇച്ചിരി ചൂടനാ, ദേഷ്യപ്പെട്ടു. അദ്ദേഹം ഇന്ന് ലോകത്തില്ല, അദ്ദേഹം മാറ്റപ്പെട്ടു, ചെന്നിത്തലക്കാരനാണ്. അതാണ് മൂന്നാമത്തെ ആഴ്ച എന്നെ വീണ്ടും എനിക്ക് വളരെ ടെംപ്റ്റേഷൻസ് ഉണ്ടായി. പല വിഷയങ്ങൾ എനിക്ക് മരിച്ചാൽ മതിയെന്ന് തോന്നുന്ന വിധത്തിലുള്ള ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്, ഒത്തിരി പ്രോബ്ലംസ്, ഫിനാൻഷ്യൽ ക്രൈസിസ്, ഒത്തിരി വിഷയങ്ങൾ. സോ ഞാനിങ്ങനെ റൂമിൽ ഇങ്ങനെ കിടക്കുമ്പോൾ തൊട്ടടുത്ത ബെഡിൽ ഹിന്ദിക്കാരൻ കിടക്കുക, ടി വി കാണുക. പറയാൻ പാടില്ല, എന്നാൽ ഈ അവിടെ കിട്ടും ചെറിയ രഹസ്യമായിട്ട് കിട്ടുന്ന ഈ സ്മോളൊക്കെ, അത് ഇച്ചിരി കൊക്കോക്കോള മിക്സ് ചെയ്ത് കുടിക്കാനായിട്ട് ഗ്ലാസ്സിലെടുത്ത് ഇങ്ങനെ സിമ്പിളി അതിലോട്ട് നോക്കി കുടിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഒരാളിങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് മാറ്റുക. ആദ്യം അത്ര കാര്യമാക്കിയില്ല, 2 പ്രാവശ്യം 3-4 പ്രാവശ്യമാണ് ഞാൻ ഓർത്തിട്ട് ഇതാരെ എൻ്റെ കയ്യെ പിടിക്കുന്നു. ഞാൻ സിഗ്നോട് പറഞ്ഞു, ക്യോ മേരെ ഹാത്ത് ക്യോ പകട് രഹേ ഹോ ആപ്? ഉടനെ അദ്ദേഹം ഹെഡ്ഫോൺ മാറ്റി പറഞ്ഞു, തൂ ക്യാ പാഗൽ ഹോ ഗയാ മൈ ഇധർ സെ തുമ്ഹാരാ ഹാത്ത് പകട് രഹേ ഹേ. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ഒരു സംതിങ്. എനിക്ക് യേശുവിനെ കുറിച്ച് അറിയത്തില്ല, ഇങ്ങനൊരു ദൈവിക ഇടപെടലിനെ കുറിച്ച് അറിയത്തില്ല, ഇങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുമില്ല. വീണ്ടും ഞാൻ ചുമ്മാ മനഃപൂർവ്വം അടുപ്പിക്കാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ആരോ കയ്യിൽ ബലമായിട്ട് പിടിക്കുന്നു. പെട്ടെന്ന് ഞാനിരുന്ന് ആ ഡോറിൻ്റെ അവിടുന്ന് ഒരു സൗണ്ട്, പ്രാർത്ഥനയ്ക്ക് പോവുക, നമുക്ക് കേക്ക്. അത് ചുമ്മാ കേട്ടിട്ട് ചുമ്മാ ഇരിക്കുമെന്നല്ല, ആ ശബ്ദം എന്നെ വലിച്ചങ്ങ് പൂക്കുക. വാക്കിൻ്റെ പവർ എന്താണെന്ന് എനിക്കറിയാം, വാക്കിന് എത്ര ശക്തി ഉണ്ടെന്ന് എനിക്കറിയാം. ഇതാണ് ശതാധിപൻ്റെ ബാല്യക്കാരൻ്റെ മേലും ചീഞ്ഞു നാറിയ ലാസറിൻ്റെ മേലും ഒക്കെ ചെന്ന് കയറിയത്. സോ വാക്കാണ് എന്നെ പിടിച്ചത്, ഒരു ശബ്ദം, നോട്ട് എ പേഴ്സൺ. ആ വാക്കെന്നെ വലിച്ചങ്ങ് പൊക്കുകയാണ്. ഞാനന്ന് അവിടുന്ന് റെഡിയായി പെട്ടെന്ന് പ്രാർത്ഥന ആ വീട്ടിലോട്ടങ്ങ് പോവുകയാണ്. വ്യാഴാഴ്ച വൈകിട്ട് കണ്ടാന്ന് തോന്നുന്നു. അവിടെ ചെന്ന് കയറുക. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് പാട്ടിൻ്റെ ഒരനുഭവം, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അവിടെ ചെന്നിരിക്കുന്നവരെല്ലാം മുമ്പിൽ ഓരോ ഫോൾഡർ വെക്കും, അന്നത്തെ പാട്ട് പ്ലാസ്റ്റിക് ഫോൾഡറും വേണ്ടി എൻ്റെ മുമ്പിൽ കൊണ്ടിങ്ങനെ വെച്ചു. അപ്പം ചെന്ന് കയറി ഇങ്ങനെ ഇരുന്നു, ആരെയും എടുത്തു വലത്തു നോക്കുന്നില്ല, എന്തിനെന്ന് കയറിയെന്നും അറിയത്തില്ല, ആരും എന്നെ കൊണ്ടുപോയതുമല്ല. അവിടെ ചെന്നപ്പോഴാ ചമ്മല്, ഭയങ്കര ആദ്യമായിട്ടൊരു പോകുന്ന ഒരു സ്ഥലം ചെന്ന് മനഃപൂർവ്വം ചെന്ന് കയറിയതല്ലേ, ആരോടും പരാതി പറയാനും പറ്റത്തില്ല, ദേഷ്യപ്പെടാനും പറ്റത്തില്ല. സോ ദൈവം എന്നെ അങ്ങ് എടുത്തുകൊണ്ട് പോയതാണ്. ഞാൻ ചെന്നിങ്ങനെ കുനിഞ്ഞങ്ങിരുന്നു. ഈ പാട്ടുപുസ്തകം അപ്പോഴത്തേനും എൻ്റെ ഫ്രണ്ടി വന്നു. അവിടെ പാട്ട് പാടുകയാണ്, കരുണാനിധി, ആ പാട്ടാണ് പാടുന്നത്. എനിക്കത് അങ്ങോട്ട് നോക്കാനും വയ്യ, അങ്ങ് അസ്വസ്ഥതയായിട്ട് ഇത് ഇടത്തോട്ട് നീക്കി വെച്ചു. അപ്പോൾ എല്ലാവരുടെയും മുമ്പിലുണ്ട് ഫോൾഡർ. ഇടത്തോട്ട് നീക്കി വെച്ചപ്പോൾ ഇടത്തിൽ ആ പുള്ളി ബ്രദറിൻ്റെ ആണെന്ന് പറഞ്ഞു. ഞാൻ നോക്കുന്ന പോലും ഇല്ല ആരാണെന്ന്. വലത്തോട്ട് നീക്കി വെച്ചപ്പോൾ ഒരാൾ ചിരിച്ചുകൊണ്ട്, ഇത് നിൻ്റെ അടാം മോനെ. നോക്കിയപ്പോൾ അത് ജോൺസനാണ്.
വിളിക്കാതെ ചെന്ന് കയറിയിരിക്കുക. ഇനി എന്താ ചെയ്യുന്നത്, ഇത് കമത്തി വെച്ചു. അവൻ അതെടുത്ത് വീണ്ടും പിന്നെയും തിരിച്ചു വെച്ചു. അപ്പോഴേക്ക് പാട്ടിൻ്റെ സ്പീഡ് കൂടി വന്നവർ. ഞാനോർത്ത് ഇവർ പിന്നെയും എന്തിനാ ഇത് പാടുന്നത്. ഞാൻ അവരെ ഇങ്ങനെ നോക്കി, ഇവന്മാർക്കൊരു പണിയില്ല, പിന്നെ ഇവരിത് പാടുന്നത്. ഞാൻ പാടാത്തത് കൊണ്ടാണെന്നോ? ആദ്യമായിട്ട് ഞാൻ അവിടെ നിന്ന് പാടി, അതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ എപ്പോഴും പ്രസംഗത്തിലൊക്കെ പറയാറുണ്ട്, കർത്താവിനെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു അനുഭവം. ആ രക്തസ്രാവക്കാരി സ്ത്രീക്ക് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഒന്ന് പിടിക്കണമെന്ന് തോന്നി. ഒരിക്കലും ആ തോന്നൽ നഷ്ടപ്പെടുത്തരുത്. ആ കയറി പിടിക്കണം. അതിനകത്തോടെ അവിടെ ലൈഫ് മാറിയത്. ആ ട്യൂണെ കയറി ഞാനങ്ങ് പിടിച്ചു. അതിനകത്തൂടെ കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് വന്ന് കയറി. ഒരുപക്ഷെ പാട്ടുകൾ പിറക്കാനുള്ള കാരണം അതായിരിക്കുമോ. അടുത്ത ശനിയാഴ്ച ഓഫീസിൽ വന്നിരുന്നിട്ട് രാവിലെ മലയാളത്തിൻ്റെ അക്ഷരം കുത്തി ഞാൻ ആ പാട്ട് ഒരുത്തൻ്റെ നിന്ന് എഴുതിയെടുത്തിട്ട് ടൈപ്പ് ചെയ്തു. പഴയ പാട്ടാണെന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് ഞാൻ അതിൻ്റെ കോപ്പി എടുത്തിട്ട് വലിയ കോപ്പി എടുത്ത് ചെറുതാക്കി ഒരു 10-200 പീസാക്കി. ചെറിയൊരു പീസ്. ഈ 10-200 പീസാക്കിയിട്ട് അപ്പോഴത്തേനും എന്നെ ചിറ്റാറുള്ള മോഹനൻ എന്ന് പറയുന്നൊരു ബ്രദർ, അദ്ദേഹം എന്നെ പ്രേയറിന് വിളിക്കുന്നു, ബൈബിൾ കൊണ്ടുതരുന്നു, ഭയങ്കര സപ്പോർട്ടാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞു, അടുത്ത ദിവസം എനിക്കൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. ബ്രദർ വരണം, ബ്രദറെ ദൈവം സ്നേഹിക്കുന്നു. അപ്പോൾ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് പോലെ തോന്നി. ദൈവം എന്നെ സ്പർശിച്ചു. അന്ന് ആ പാട്ടിലൂടെ ഞാൻ അലറി കരഞ്ഞ് എല്ലാവരും പാട്ട് നിർത്തിയപ്പോൾ ആ സമയത്ത് ഒരു ഫീൽ ചെയ്തോ സൗഖ്യമായിട്ടുണ്ടോ? വൈ നോട്ട്. എന്നെ അവിടെ വെച്ചാണ് പരിശുദ്ധാത്മാവിൻ്റെ പവർ എന്താണെന്ന് ഞാൻ അറിഞ്ഞത്. ഇനി ലോകത്ത് ആര് ഈ പവർ ഇല്ലെന്ന് പറഞ്ഞാലും ഹൗ ക്യാൻ ഐ ഡിനൈ? ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത എൻ്റെ അകത്ത് വന്ന് കയറിയ ശക്തി എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അവിടെ ഇരുന്ന് ഈ ഭയങ്കരമായിട്ട് കൈ ഇങ്ങനെ ഇട്ട് പിടിച്ച് കർത്താവേ അലറുകയാണ്. എനിക്ക് വാക്കുകളൊന്നും പറയാൻ അറിയത്തില്ല. യേശുവേ എന്ന് പറഞ്ഞു അലറിക്കറിയുക. അന്നത്തെ മീറ്റിംഗ് എൻ്റെ ബഹളം കൊണ്ട് അവസാനിച്ചു. അവരാരും ഒന്നും കാരണം അവർക്ക് മനസ്സിലായി ഒരാളെ ദൈവം തൊട്ട്. അവർക്കെല്ലാം അറിയാം അവർ നാരായണനാണ്. ഈ പാട്ട് അടുത്ത ദിവസം ഈ തുണ്ട് പേപ്പറും കൊണ്ട് അവരുടെ മെയിൻ മീറ്റിങ്ങിന് ചെന്നപ്പോൾ എല്ലാവരും കൊടുത്തിട്ട് ഒരു പുതിയ പാട്ടാണ്, എല്ലാവരും പാടണം. അവർ നോക്കിയപ്പോൾ കരുണാനിധിയെ കാൽവറി ചെയ്യാൻ പക്ഷേ. അപ്പം മോഹനം പറയുന്നുണ്ട്, പുതിയ ബ്രദർ, ആദ്യമായിട്ട് വന്ന ബ്രദറാണ്, എനിക്കറിയത്തില്ലാത്തതുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ വരുന്നവർക്കെല്ലാം കൊടുക്കുകയാണ്. സൂപ്പർ പാട്ടാണ്, ഇത് പാടണമെന്ന് പറഞ്ഞു. ഞാൻ ഓർക്കുന്നുണ്ട് ഇന്നും. ഒരു പക്ഷേ എനിക്കറിയത്തില്ല. തിരിച്ച് ആ ശനിയാഴ്ച കഴിഞ്ഞ് ഞാൻ ഞായർ, തിങ്കൾ ആ ദിവസങ്ങളിൽ ആദ്യമായിട്ട് പാട്ടിൻ്റെ വരി എഴുതി. എനിക്ക് ഓർമ്മയുണ്ട്, ഡെസ്ക്ടോപ്പിൽ ഞാൻ എഴുതി, ഞാനറിഞ്ഞില്ലേശുവേ നിൻ വചനങ്ങൾ. ആദ്യത്തെ എനിക്കറിയത്തില്ല, എത്രയോ പാവന വചനങ്ങൾ. പ്രത്യേകിച്ച് ഇത് നമുക്ക് അനുഭവം ഉണ്ടായി ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പാട്ട് എഴുതുന്നല്ലേ? ശരി. അത് പാട്ടെടുത്താണെന്നും അറിയത്തില്ല. ഇത് ചുമ്മാ ഇരുന്ന് പേപ്പറിൽ ഇങ്ങനെ എഴുതി കളയുക. പക്ഷേ എഴുതുന്നതെല്ലാം മനസ്സിനകത്ത് അങ്ങ് പതിവാണ്, ട്യൂണായിട്ട് വരികയാണ്. പിന്നെ അവിടുന്ന് കൂട്ടായ്മകളുമായി സന്തോഷത്തോടെ പോകുന്നു. പെട്ടെന്ന് വീട്ടിൽ ഞാൻ വിളിച്ചോണ്ടി എനിക്ക് സൗഖ്യമായി കേട്ടോ എന്ന് പറഞ്ഞു. എങ്ങനെ സൗഖ്യമായി? സൗഖ്യമായത് വീട്ടിലേക്ക് വിളിച്ച് പറയുമ്പോൾ ഉണ്ടായ പ്രതികരണം എന്താണെന്ന് നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് പാസ്റ്ററുടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു പാട്ടുണ്ട്, ഞാൻ യോഗ്യനല്ല യേശുവേ. ആ പാട്ട് ഒരുപക്ഷെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഈ പുറകോട്ട് അല്ലെങ്കിൽ വിശ്വാസത്തിൽ കുറച്ച് മുമ്പോട്ട് പോയ ശേഷം പുറകോട്ട് നോക്കിയിട്ട് ഇതൊക്കെ ഈ നന്മകളും ഈ അനുഗ്രഹങ്ങളും ഈ പദവികളും ശ്രേഷ്ഠമായ അവസ്ഥയൊക്കെ ഞാൻ പ്രാപിക്കാൻ യോഗ്യനാണോ എന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടാണോ ഈ പാട്ട് എഴുതിയത്? പർപ്പസ്ലി ഒന്നും എഴുതാറില്ല. അത് ഒരു അനുഭവമായിട്ട് നമുക്ക്. തൃശ്ശൂര് ഞാനൊരു IPCയുടെ കൺവെൻഷന് പോയപ്പോൾ ഒരു തെങ്ങുംതോപ്പിലായിരുന്നു കൺവെൻഷൻ. പകൽ മീറ്റിംഗ് കഴിഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട്, ബാക്കി ഡീറ്റെയിൽസൊന്നും എനിക്കറിയത്തില്ല, മറന്നുപോയി ഞാൻ. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 2006 മുമ്പാണ്. പകൽ മീറ്റിംഗ് കഴിഞ്ഞു. പാസ്റ്ററുടെ മോന് അഭിഷേകം കിട്ടിയില്ല. ഞാൻ പ്രാർത്ഥിക്കും ഒരുപാട് പേർക്ക് അഭിഷേകം കിട്ടുമായിരുന്നു. ദൈവം ഒത്തിരി പേർക്ക് അന്യഭാഷ കൊണ്ട് നിറയ്ക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അഭിഷേകം കിട്ടിയില്ല. അദ്ദേഹം വിളിച്ചുകൊണ്ട് വന്ന പലർക്കും അഭിഷേകം കിട്ടി. അഭിഷേകം കിട്ടാനുള്ള ആഗ്രഹത്തിൽ അദ്ദേഹം മുറിക്കകത്ത് കയറാതെ എനിക്ക് എന്നെ അഭിഷേകം തരാഞ്ഞ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രതിഷേധത്തിൽ അദ്ദേഹം വീട്ടിൽ കയറാതെ റോഡിൽ കൂടെ നടന്നു. സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യേണ്ട അദ്ദേഹം വൈകിട്ടത്തെ കൺവെൻഷൻ. അദ്ദേഹം പാസ്റ്റർ വിളിച്ചിട്ട് വരുന്നില്ല. അപ്പം ഞാൻ വിളിക്കുന്നു പറഞ്ഞ് വിളിപ്പിച്ചു. അപ്പോഴേക്ക് കണ്ണ് കരഞ്ഞ് കലങ്ങി ചുമന്ന് ഒരു കൊച്ചു മുറി എന്ന് ഓർക്കുന്നുണ്ട്. അതിനകത്തോട്ട് കയറ്റി ഇരുത്തി ഞാൻ പറഞ്ഞു, അപ്പോൾ അഭിഷേകം പ്രാപിക്കാനുള്ള ത്വരയല്ലേ
ഇന്നത് ഒത്തിരി കുറഞ്ഞു പോയി ആൾ. അതെ 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 അതെ. അന്യഭാഷയൊക്കെ വിമർശിക്കപ്പെട്ടു പോയി. പക്ഷെ അത് പ്രാപിക്കാനുള്ള കൊതിയുള്ള ഒരാളെ കണ്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിൻ്റെ മഹത്വം അറിഞ്ഞു. ഞാനന്ന് അവൻ്റെ തല കൈവച്ച് കരഞ്ഞു. കർത്താവേ അഭിഷേകത്തെയാണ് കൂട്ടക്കരച്ചിൽ രണ്ടുപേരും. പുള്ളി പൊട്ടിക്കരഞ്ഞു, ഞാനും പൊട്ടിക്കരഞ്ഞു. ആ കരച്ചില്ലാത്ത ഞാൻ അറിയാതെ നോക്കിയപ്പോൾ ഇദ്ദേഹം അന്യഭാഷ പറയായിരുന്നു. ഞാൻ മോനെ നീ അന്യഭാഷ പറയാമെന്ന് പറഞ്ഞു, ഉറക്കെ പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും ഇതങ്ങ് മഹാസമുദ്രം പോലെ പെരുകാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് ഗൗരവമായ അന്യഭാഷകൾ പറഞ്ഞു കേട്ടപ്പോൾ ഞാനിത് കരഞ്ഞുപോയി. എൻ്റെ കൈ അപ്പോഴും അദ്ദേഹത്തിൻ്റെ തലയുടെ മുകളിലിരിക്കുക. ഞാൻ യോഗ്യനല്ല ആ ലൈൻ അവിടെ നിന്നാണ് പിറക്കുന്നത്. അതിൻ്റെ ഒരു അക്ഷരം പോലും മാറ്റിയിട്ടില്ല. ആ കൈ ആ തല വെച്ചുകൊണ്ട് തന്നെ ആദ്യത്തെ ആ 4 ലൈന് എങ്കിലും ഞാൻ പിന്നെ ഓർക്കുന്നത് ഇതിങ്ങനെ ഈ കനലിന്മേൽ ചുട്ട അപ്പം ഏലിയാവിന് കൊടുത്ത പോലെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് എടുത്ത് എൻ്റെ കയ്യിൽ തന്നാണ്. അതെടുത്ത് ദൈവം എൻ്റെ കയ്യിൽ തന്നു. പിന്നെ എൻ്റെ മടക്ക ജീവിതയാത്രയിലാണ് അടുത്ത ലൈനുകൾ ഞാൻ എഴുതുന്നത്. അതാണ് ഈ ഞാൻ നാട്ടൊലിവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം എന്നുള്ള ലൈനുകൾ. തീർച്ചയായിട്ടും ആ ഗാനങ്ങളൊക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ് ഇന്നും ആളുകൾ അത് ഏറ്റെടുക്കുകയും പാടുകയും ചെയ്തത്. നമുക്ക് ഈ ഗാനം കേട്ട ശേഷം ബാക്കി ഭാഗത്തേക്ക് വരാം. പ്രേക്ഷകർക്കായി ഈ ഗാനം നമ്മളവിടെ ആലപിക്കുന്നു. ദയവായി ഈ ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഈ ഗാനത്തിൻ്റെ എല്ലാം പിന്നിൽ ഒരു ചരിത്രമുണ്ട്, അനുഭവമുണ്ട് എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും അത് പറയുന്നതിൻ്റെ കാരണം കേവലം ഒരു പാട്ട് രചിക്കാൻ വേണ്ടി ഒരു പാട്ട് രചിക്കുകയോ പാട്ട് പാടാൻ വേണ്ടി ഒരു പാട്ട് ഉണ്ടാക്കുകയല്ല, മറിച്ച് ഇതെല്ലാം ദൈവം കൊടുക്കുന്ന വരികളാണെന്ന് തൻ്റെ അനുഭവങ്ങളിലൂടെ നാം കേട്ടല്ലോ. നമുക്ക് ഈ ഗാനം കേൾക്കാം. സ്നേഹം പ്രാപിപ്പാൻ ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ നാട്ടോലേവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം. ഞാൻ നാട്ടോലേവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം. എങ്കിലും ഈ കൊമ്പിനെ തള്ളിയില്ലേഴയേ, എങ്കിലും ഈ കൊമ്പ്
ഈ ഗാനങ്ങളൊന്നും നമ്മുടേതല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതൊക്കെ നമ്മുടെ അനുഭവമായി വളരെ അടുത്ത് നിൽക്കുന്ന ഗാനമാണ്. ഞാൻ യോഗ്യനല്ല എന്ന് നമുക്കല്ലാതെ ആർക്കാ പറയാൻ പറ്റുക? അതുകൊണ്ട് തന്നെ ഈ ഗാനങ്ങളൊക്കെ പിറക്കുന്നതിൻ്റെ പിന്നിലെ പിന്നാമ്പുറ കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ, അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ഒന്നുകൂടി വർദ്ധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ദയവായി നിങ്ങൾ ഈ പ്രോഗ്രാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ഇതൊരു ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഗിൽഗാൽ മീഡിയ ഇൻ അസോസിയേഷൻ വിത്ത് ഗിൽഗാൽ ചർച്ച് ഓഫ് ഗോഡ് ദോഹ ഖത്തർ ജീവിതം പറയുമ്പോൾ എന്നീ പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി സനം TV ലൈവ് സ്ട്രീം ചെയ്യുന്നു. ഈ വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത് ഒറ്റയ്ക്കാണല്ലോ വിശ്വാസം വന്നത് അല്ലേ? നാട്ടിൽ ഭാര്യയും അന്ന് മക്കൾ ഉണ്ടോ? രണ്ടുപേരും ഉണ്ട്. അവരും അപ്പനും അമ്മയും അച്ഛനും അമ്മയും ഒക്കെ അവർ ഈ ആചാരങ്ങളിലും കർമ്മങ്ങളിലും ഒക്കെ അനുഷ്ഠാനങ്ങളിലും ഒക്കെ മുമ്പോട്ട് പോകുന്ന സമയമാണ്. ഈ മൈഗ്രെയിന് വേണ്ടി അവർ ധാരാളം ഒരുപക്ഷെ ഇതൊക്കെ വിളിച്ചു പറയുമ്പോൾ അല്ലെങ്കിൽ അറിയുമ്പം അതൊക്കെ വിളിച്ചു പറയാറുണ്ടായിരുന്നല്ലേ ആ സമയത്തൊക്കെ തീർത്ഥാടന കേന്ദ്രങ്ങളിലും പുണ്യ സ്ഥലങ്ങളിലുമൊക്കെ സന്ദർശിക്കുകയും നേർച്ചകളും കാഴ്ചകളും തപവും ജപവും ഒക്കെ ആയിട്ട് മുൻപോട്ട് പോവുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ അവർ പോകുമ്പോൾ നമ്മൾ വേറൊരു ആചാരത്തെയും, ആചാരമല്ല, നമ്മൾ വേറൊരു വിശ്വാസ പ്രഖ്യാപനത്തിനോട് ചേർന്ന് നിൽക്കുകയും വേറൊരു മൂല്യത്തെ കണ്ടെത്തുകയും എന്ന് പറഞ്ഞാൽ കർമ്മത്തിനോ ആചാരത്തിനോ അനുഷ്ഠാനത്തിനോ യാതൊരു പ്രസക്തിയും അതിനപ്പുറമായിട്ട് വിശ്വാസം എന്ന് പറയുന്ന ആ മൂലാധാരത്തെ കയറി പിടിച്ചുകൊണ്ടാണ് നമ്മുടെ വിശ്വാസം മുൻപോട്ട് നയിക്കുന്നത് അല്ലേ? നമ്മുടെയൊക്കെ അഥവാ ക്രൈസ്തവ മൂല്യത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് പ്രത്യക്ഷമായ കർമ്മങ്ങൾക്ക് അപ്പുറമായിട്ട് നമുക്കുണ്ടാകുന്ന വിശ്വാസം എന്ന് ചില ബോധ്യങ്ങളാണ്. ഞാൻ പറയാറുണ്ട്, വിശ്വാസം എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് അല്ലേ? യാഥാർത്ഥ്യത്തെക്കുള്ള ബോധ്യങ്ങളാണ്, ഉറപ്പാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ അത്തരം ബോധ്യങ്ങളും യാഥാർത്ഥ്യങ്ങളും നമുക്കുണ്ടായതാണ് നമ്മൾ. അത് തന്നെയല്ല, ഇതുവരെ അനുഭവിക്കാത്ത ഒരു പ്രത്യേക അനുഭവം, ഇതുവരെ അനുഭവിക്കാത്തൊരു സൗഖ്യം, ഒരു സമാധാനം, ഒരു സന്തോഷം അല്ലേ? ജീവിതത്തിൽ എന്തൊക്കെയോ നേടി എന്നുള്ളത് കണ്ടെത്താത്ത ഒരു ആനന്ദം. അതിനപ്പുറമായിട്ട് എന്തൊക്കെയോ ഞാനിപ്പോൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു മൂല്യമുള്ള വ്യക്തിയാണെന്നൊക്കെ നമ്മൾ ചിന്തിച്ച ഒരു സമയം. എന്നെങ്കിലും ഈ രോഗമൊക്കെ ഇങ്ങനെ ശക്തമായിട്ട് വന്നപ്പം വൈ ഷുഡ് ഐ ലീവ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനു വേണ്ടി? നിശ്ചയമായിട്ടും ഞാൻ എന്തിനു ജീവിക്കണം എന്ന് ചിന്തിച്ചു. മരിക്കാൻ പലവട്ടം ഇച്ഛിച്ചാണ്. അത് ശരിയാണ്, നല്ലൊരു ചോദ്യം. അവിടുത്തെ ഒരു എക്സ്പ്രസ് ഹൈവേയുടെ സൈഡിലാണ് ഞാൻ താമസിച്ചത്. ഒരു നല്ലൊരു ഹൈവേ. അവിടെ നിരന്തരം ആക്സിഡന്റ് ഉണ്ടാകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ജനൽ തുറന്ന് നോക്കി സൗണ്ട് നോക്കുമ്പോൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റത്തില്ല പോലീസുകാർ, കാരണം ശവം എടുത്തുകൊണ്ട് പോകുന്ന കാണുന്നതാണ്. ഒരു കോർണറിലായിരുന്നു ഞങ്ങൾ താമസിക്കുന്നത്. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, ഇറങ്ങി അവിടെ നിന്ന് സെക്കൻഡ് കൊണ്ടൊക്കെ തീരുമല്ലോ. അത് ഒരു പിശാചിന്റെ തന്ത്രമായിരുന്നു, വലിച്ചു കൊണ്ടുപോകാൻ. പക്ഷേ നമ്മുടെ മേലൊരു ദൈവീയ പദ്ധതി ഉണ്ടായിരുന്നു, വിളി ഉണ്ടായിരുന്നു. അതിനപ്പുറമായിട്ട് നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ടത് ഒരു ദൈവീയ പദ്ധതി ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അങ്ങനെയൊക്കെ സംഭവിക്കുകയായിരുന്നെങ്കിൽ ഇന്ന് ഈ ഗാനങ്ങളൊന്നും പിറക്കത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ആർക്കും ഏറ്റെടുക്കാൻ കഴിയുകയില്ല. പക്ഷെ അതിൻ്റെ എല്ലാം പിന്നിൽ ഈ ത്യാഗങ്ങളും ഈ വേദനയൊക്കെ ഉണ്ടായതിൻ്റെ പിന്നിൽ ഒരു വലിയ ദൈവിക ഉദ്ദേശം ഉണ്ട് എന്ന് ഇപ്പോൾ തിരിച്ചറിയുമ്പോൾ അന്നത്തെ ഒരു വേദന എല്ലാം തോന്നുന്നുണ്ടല്ലേ? എന്തായിരുന്നു അവരുടെ പ്രതികരണം? ഞാൻ അതിനുശേഷം ഞാൻ വീട്ടിൽ വിളിച്ചു, വൈഫിനോട് പറഞ്ഞു എനിക്ക് സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞു. അതെങ്ങനെ സൗഖ്യം കിട്ടി ഇത്ര പെട്ടെന്ന്? ഞാൻ പറഞ്ഞു, അത് ഞാൻ ഒരു പ്രാർത്ഥനയ്ക്ക് പോയി. അവിടെ വെച്ച ഒരാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങൾ പെന്തിക്കോസിൽ പോയി അല്ലേ? പെട്ടെന്ന് പക്ഷെ എന്നെ അങ്ങനെ പെട്ടെന്ന് ഉൾക്കൊള്ളത്തില്ല ഞാൻ പോയെന്ന് പറഞ്ഞത്. കാരണം ഞാൻ ഈ പണ്ട് ആറന്മുളയൊക്കെ ഞങ്ങൾ ഉത്സവം കഴിഞ്ഞ് വരുമ്പോൾ വൈകിട്ട് ജീപ്പിൽ നിന്ന് ഇറങ്ങി നിന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞ ആൾക്കാർ പോകുമ്പം എന്നെയായിരുന്നു ജ്യേഷ്ഠനൊക്കെ ഫ്രണ്ടിൽ നിർത്തുന്നത്. ഞാൻ പെന്തിക്കോസിൽ പോകണം, കപ്പയും മീനും തിന്നണമെന്നൊക്കെ അവരെ നിന്ന് കളിയാക്കുമായിരുന്നു. ഞാൻ അങ്ങനെ പോകുമെന്ന് അവർക്കൊരു ഇതില്ല. എന്നാലും ഒരു ദൈവിക സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ വേറൊന്നും അല്ല കിട്ടിയതെന്നുള്ള കാര്യത്തിൽ അവർക്കൊരു ഉറപ്പ് കിട്ടിയ പോലെ ആ ടോക്ക് അങ്ങ് വർദ്ധിച്ചു. പിന്നെ ഫോൺ വിളികൾ കുറഞ്ഞു, ലെറ്ററായി. 8 പേജ് എന്നെ കുറ്റം പറഞ്ഞ്, നിൻ്റെ യേശുവിനെ മരത്തിൽ കെട്ടി തൂക്കിയിട്ട് തല്ലി, നിൻ്റെ എന്നല്ല നിങ്ങളുടെ, വളരെ എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു ഭാര്യയാണ്. അപ്പോൾ ആ രീതിയിൽ പക്ഷേ എനിക്ക് വലിയ വേദനയുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി ദൈവമക്കളുണ്ടായിരുന്നു. ഒന്ന് തമ്പിച്ചാൻ, വളരെ എൻ്റെ ആദ്യത്തെ ഞാൻ ചെന്ന് 8 പേജ് ലെറ്റർ അല്ലേ? ഇത് പറയുമ്പോൾ സന്ദർഭവശാൽ പറയേണ്ട മറ്റൊരു കാര്യം, ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ഈ ഗിൽഗാൽ മീഡിയയിലൂടെ MK അർജുനൻ മാസ്റ്ററുടെ, നമ്മുടെ അർജുനൻ മാസ്റ്ററുടെ മകൾ, അവരുടെ മകളും ഭർത്താവ് അംബുജാക്ഷൻ മാസ്റ്ററുടെ ഒരു ഇൻ്റർവ്യൂ നമ്മൾ ചെയ്തിരുന്നു. അദ്ദേഹം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ 10, 20, 22 പേജ് ലെറ്ററാണ് മുഴുവൻ വൈഫിനും അവർക്ക് അയച്ചുകൊണ്ടിരുന്നത്. ഞാനും അയക്കുമായിരുന്നു, എനിക്ക് കിട്ടുന്നതായിരുന്നു 8 പേജ്.
പിന്നെ നല്ല ഭാഷകളുള്ള മറ്റു കത്തുകളും കിട്ടുമായിരുന്നു. അത് ശരി. അപ്പോൾ ഞാൻ ചെന്ന ആദ്യത്തെ ചർച്ചിൽ തമ്പിച്ചാനായിരുന്നു ഭാഷ. അത് കഴിഞ്ഞിട്ട് ചിങ്കിയിലെ ബേബി ചാൻ, ഇന്ന് അദ്ദേഹം കാനഡയിലാണ്. അദ്ദേഹം മെയിൻ ചർച്ചിൽ. ഏത് ചർച്ചായിരുന്നു നമ്മുടെ അന്ന് ഈ ഇൻഡിപെൻഡന്റ് കോമൺ ആയിട്ട്. ചർച്ച. അപ്പോൾ തന്നെ അതിന് നടുവിൽ എനിക്ക് വേണ്ടി ഉപദേശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ചാത്തന്നൂരിലുള്ള ഒരു യോവാസ് പാസ്റ്റർ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിനിടയ്ക്ക് ഈ ലെറ്റർ കൊണ്ട് ചെല്ലുമ്പോൾ കുറേ നേരം എല്ലാം വായിച്ചിട്ട് അദ്ദേഹം എന്നെ അങ്ങ് ഉപദേശിക്കും. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിക്കുക, കരയുമായിരുന്നു. കാരണം താങ്ങാൻ വയ്യാത്ത വാക്കുകളൊക്കെയാണ്. പക്ഷേ അദ്ദേഹത്തിലൂടെ ദൈവം എന്നെ ഒത്തിരി ബലപ്പെടുത്തി. പതുക്കെ എനിക്ക് കമ്പനിയിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഞാൻ അങ്ങനെ സാക്ഷ്യങ്ങളിൽ പറയാറില്ല. അതെന്നെ ഒത്തിരി ഉറപ്പിച്ചു. അപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പലരും ഉണ്ട്. എൻ്റെ സ്വഭാവം, എൻ്റെ രീതികളും, എൻ്റെ വാക്കുകളും ശൈലികളും ഒക്കെ മാറി. അവർക്കറിയാം നിനക്കെന്തോ സംഭവിച്ചു. ഞാൻ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന ഓഫീസിൽ ആർക്കും അറിയത്തില്ല. എൻ്റെ മുമ്പിൽ ഒരു അറബി സെക്രട്ടറി ഇരിപ്പുണ്ട്, മുസ്തഫ. അദ്ദേഹം വരും. അദ്ദേഹം ലേറ്റായിട്ടൊക്കെയാണ് വരുന്നത്. ഒരു ദിവസം അദ്ദേഹം ലേറ്റായിട്ട് വരും. വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചാവി എടുത്ത് ഡെസ്ക്, ഞാൻ ഇവിടെ ഇരിക്കുന്നു, അദ്ദേഹം ഇവിടെ ഇരിക്കുന്നു, വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, എന്നെ ഇങ്ങനെ സൂക്ഷിച്ചൊരു നോട്ടം നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ മജ്നൂൻ, നീ ഭ്രാന്തനാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, വാട്ട് ഹാപ്പൻ? എന്ന് പറഞ്ഞു, യാ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ കാണിച്ചിട്ട് അകത്ത് കയറിപ്പോയി സൈൻ ചെയ്തിട്ട് തിരിച്ചു വന്നു. അപ്പം ഞാൻ ഓർത്ത് എന്ത് വന്നിട്ട് പിന്നെ അങ്ങ് പറയുക എന്തൊക്കെയോ. അപ്പോൾ എൻ്റെ കൂടെ ഒരു സുഡാനി സെക്രട്ടറി ഉണ്ട്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവൻ എന്ത് പറയുന്നത്, ഇവനെന്ത് പറ്റി? ഉടനെ അവർ തമ്മിൽ കുറച്ച് നേരം സംസാരിച്ചിട്ട് പറഞ്ഞു, രാജി, യു നോ ദ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് അതേ സ്റ്റോറിയോട് പറയാണ്, നീ ഒരു ശില്പം ഉണ്ടാക്കുന്നു, ഒരു ചുറ്റികയും ഒരു ഉളിയും ഉണ്ട് നിൻ്റെ കയ്യിൽ. മുസ്തഫ ഇത് കാണുകയാണ്. രാത്രി മൊത്തം കിടന്ന് ഇവൻ കാണുകയാണ്. ഞാനിങ്ങനെ ആ ശില ഇങ്ങനെ കൊത്തുകയാണ്. ശില വേറെ ആരുടെയുമല്ല, ഈശായിയുടെയാണ്, യേശുവിൻ്റെയാണ്. അപ്പം എനിക്ക് വെളിപ്പാടോ സ്വപ്നത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, എന്നെ പിടിച്ചോ, എന്നെ കയറ്റിവിടുമല്ലോ, യേശുവേ എന്തോ പണിയാണ് കാണിച്ചത്. ഇങ്ങനെയൊക്കെ ഇരുന്ന് ഞാനങ്ങ് ചിന്തിക്കാൻ തുടങ്ങി. എനിക്കൊന്നും അറിയത്തില്ല, എക്സ്പീരിയൻസ് അറിയത്തില്ല. ഇത് പാട്ടായല്ലോ, അങ്ങനെ ഒത്തിരി പേരെ കയറ്റിവിടാറുണ്ട്. ഇവന്മാർ മുസ്തഫയിരുന്ന് മുഴുവൻ സ്റ്റാഫിനെ വിളിച്ച് പറയുകയാണ്, ഓരോരുത്തർ എന്നെ നോക്കുക. ഓ, ദാറ്റ്സ് എ പ്രോബ്ലം. ഓ, പെട്ടെന്ന് എൻ്റെ ബോസിൻ്റെ അടുക്ക ചെന്നു. അപ്പോൾ ഇവൻ വന്ന് എൻ്റെ ചുറ്റിയെ പിടിച്ച് വാങ്ങിച്ച് കളഞ്ഞു. വീണ്ടും അവൻ പോയപ്പോൾ ഞാൻ തിരിച്ചു ചെന്ന് വീണ്ടും ഇതെടുത്ത് വെച്ച് പണിതു. രണ്ടാമത്തെ പ്രാവശ്യം വന്നിട്ട് ചുറ്റികയും ഈ ശില്പവും കൂടെ അങ്ങ് ഉടച്ചു. അവസാനം ഞാൻ മുറിഞ്ഞു വീണ ശില്പം ഒരുമിച്ച് ചേർത്ത് വെച്ച് വീണ്ടും അത് പണിയുക. ഇതായിരുന്നു അദ്ദേഹം കണ്ട സ്വപ്നം. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരുന്നടങ്ങ് ബാക്കി കാണുക എന്ന് പറഞ്ഞു. അതാണ് അവന് ദേഷ്യം വന്നത്. എന്നിട്ട് നേരെ പല്ലുപോലും തേക്കാതെ വണ്ടി എടുത്ത് വന്നിട്ട് എന്നോട് ഫയർ ചെയ്യുകയാണ്, നീ എൻ്റെ ഓർക്കം കളഞ്ഞെന്നും പറഞ്ഞ്. അപ്പം ഞാനങ്ങ് വല്ലാണ്ടായിപ്പോയി. പെട്ടെന്ന് എൻ്റെ ബോസിൻ്റെ അടുക്കൽ ചെന്നു. ബോസ് എന്നെ വിളിച്ചു, വാട്ട്സ് എ പ്രോബ്ലം, വാട്ട് യു ആർ ഡൂയിങ്? ഞാൻ സാർ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. ഡോർ ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. ഡോർ ക്ലോസ് ചെയ്തു. ഞാൻ സാർ എന്തോ എനിക്കൊരു ധൈര്യം വന്നു. ഐ എം ഹീൽഡ്, ജീസസ് ഹീൽഡ് മീ. അന്നേരമാണ് പറഞ്ഞ് ക്ലോസ് ഡോർ ചെയ്തു. ഇത് പറയാ, ഹൗ? ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. We were praying together. So Lord Jesus came and touched my life and he made me healed. Do one thing. Pray for my wife also. ആദ്യത്തെ ശുശ്രൂഷയാ. അന്നുപോലെ കരച്ചിലായി. അത് ശരി. വഞ്ഞ ഡെസ്കിൻ്റെ അടിയിലോട്ട് തല കുനിച്ചിരുന്ന് കരഞ്ഞ ആ കണ്ണുനീരിനകത്തിരുന്ന് ലൈനുകൾ എഴുതുമായിരുന്നു. ആ പാട്ടുകളൊന്നും ഇറങ്ങിയിട്ടില്ല, എല്ലാം ഉണ്ടുണ്ട്. ഒരു പക്ഷേ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്തൊരു അനുഭവമായിരിക്കാം ബോസിൽ നിന്നും അങ്ങനെ ഉണ്ടാകുന്നത് അല്ലേ? എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം എന്താ സംഭവിച്ചത്? ഞാൻ തിരിച്ച് ഓഫീസിൽ വന്നു. അന്ന് മുതലേ ഈ കരച്ചിൽ ഭയങ്കരമായിട്ട് ഞാൻ അറിയാതിരുന്ന് തേങ്ങി കരഞ്ഞു. പക്ഷെ അതൊരു വിഷയ നിമിത്തം കരഞ്ഞല്ല, വലിയൊരു ദൈവസ്നേഹം ഭരിക്കുന്നു, അത് ഫീൽ ചെയ്യാൻ തുടങ്ങി. തുടർന്ന് എനിക്ക് ആ കമ്പനിയിൽ തന്നെ ഞങ്ങൾ വളരെ നല്ല ബന്ധമായിരുന്നു. അവിടെ എല്ലാവരും അറബികളും ഒക്കെ ആയിട്ട് എനിക്ക് വേറൊരു വിസയുടെ പേപ്പറും കാര്യങ്ങളും എല്ലാം റെഡിയായി. ഒരു വർഷത്തിനകം ഞാൻ നാട്ടിലേക്ക് വരികയാണ്, 2002. ഇതിൻ്റെ ഇടയിൽ ഫോണുകൾ വരുന്നു, എതിർപ്പാണ്, വന്ന കൊന്നുകളയും സഹോദരങ്ങളെല്ലാം വലിയ വിഷയങ്ങളായി. പക്ഷേ എന്നെ അതൊന്നും ബാധിക്കാതെ ഈ പറഞ്ഞ പാസ്റ്റർമാരൊക്കെ പ്രാർത്ഥിക്കുകയും എല്ലാം ഭയങ്കര സഹോദര ബന്ധമായിരുന്നു അവിടെ, ഈ മോഹൻ ബറും എല്ലാവരും. അത് കഴിഞ്ഞ് നാട്ടിൽ 2002 ഒക്ടോബർ 31 തിരുവനന്തപുരത്ത് വന്നിറങ്ങി. ഞാൻ തീർത്ത് എക്സിറ്റാണ് വരുന്നത്. പക്ഷേ തിരിച്ച് ഞാൻ തബൂക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ജോലിക്ക് പോകണം. എനിക്ക് വിസയും ടിക്കറ്റും എല്ലാം ഉണ്ട്. പോകാനായിട്ട് വരുന്നു. തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ട് ഒരു കട തുറക്കുന്നത് വരെ ഒരു കടയുടെ മുമ്പിൽ പോയി നിന്നിട്ട് 9:30 വരെ 10 മണി വരെ നിന്നിട്ട്
സ്ഥലം ഓർക്കുന്നില്ല, അന്നൊന്നും തിരുവനന്തപുരം ഒന്നും അത്ര പരിചയമില്ല. എന്നിട്ട് അവിടുന്ന് ഒരു ബൈബിൾ വാങ്ങിച്ച് ആ ബൈബിളും പെട്ടി വെച്ചിട്ട് തിരിച്ച് ബസ് സ്റ്റാൻഡിൽ വന്നു. വലിയൊരു പെട്ടിയാണ്. ആ പെട്ടിയും കൊണ്ട് പൈസയൊന്നും വെറുതെ കളയരുത്, വിശ്വാസത്തിൽ വന്ന് പൈസയൊന്നും കളയാൻ പാടില്ല, കിട്ടിയാൽ തന്നെ ഒത്തിരി കടമൊക്കെ ഉണ്ട്, അതെല്ലാം ക്ലിയർ ആക്കിയാണ് വരുന്നത്. വിശ്വാസം വന്നു കഴിഞ്ഞാൽ ആരുമായിട്ടൊരു ബാധ്യതയും വെക്കരുത്, ഇതെല്ലാം കൗണ്ട് ചെയ്യും ദൈവം. അതുകൊണ്ട് കൊടുക്കാനുള്ളവരെല്ലാം കൊടുത്ത് 1 രൂപ പോലും ഇല്ലാതെ എല്ലാം ക്ലിയർ ചെയ്ത് ഭയങ്കര അങ്ങനെയുള്ളൊരു ഫെയ്ത്ത് ആയിരുന്നു എനിക്ക് കിട്ടിയ ഫൗണ്ടേഷൻ. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ക്രൈസ്തവ മൂല്യം, ആ മൂല്യം അനുസരിച്ചുള്ള ജീവിതമായിരുന്നു. അത് നല്ല ടീച്ചിങ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ബസ്സിൽ ഈ പെട്ടിയെല്ലാം ഫസ്റ്റൊക്കെ കിട്ടിയ ഒരു ബേസ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ബേസ് ആയിരുന്നു. അവിടുന്ന് പത്തനംതിട്ട വന്ന് ബസ്സിനിറങ്ങിയിട്ട് ബസ്സിലിരുന്ന് അന്യഭാഷയൊക്കെ പറഞ്ഞ്, അപ്പം കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ എന്നെ നോക്കുന്നുണ്ട് ഇതെന്ത് പറയുന്നതെന്ന്. അപ്പം ഞാൻ പതുക്കെ ഇങ്ങനെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്യഭാഷ അഭിഷേകം പ്രാപിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു. ദൈവ അഭിഷേകത്തിൻ്റെ ഒരു ശക്തി പകരാനുള്ള കാര്യവും അത് തന്നെ. അന്യഭാഷയ്ക്ക് വേണ്ടി പാഞ്ഞു നടക്കുമായിരുന്നു. എല്ലാ പാസ്റ്റർമാരുടെ മുമ്പ് എനിക്ക് അഭിഷേകം വേണം, അഭിഷേകം വേണം, അഭിഷേകം വേണം. കൃപയാൽ ദൈവസഭയിൽ വെച്ച് എന്നെ അഭിഷേകം ചെയ്തു. അങ്ങനെ നാട്ടിൽ വന്നു. വീട്ടിൽ വരുന്നത് പത്തനംതിട്ട എന്നൊരു ടാക്സി വിളിച്ചാണ്. അപ്പോഴേക്കും വീട്ടിലെല്ലാവരും അറിഞ്ഞു ഞാൻ വരുന്ന കാര്യം. കാറുകാരോട് പറഞ്ഞു മാറിപ്പോകരുത്, അവിടെ തന്നെ നിൽക്കണം, റോഡ് സൈഡിലെ വീട്. പെട്ടിയെല്ലാം വലിച്ചിറക്കി, എല്ലാവരും റെഡിയാണ്, എന്തും എന്നെ കിക്ക് ഔട്ട് ചെയ്യുമെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഞാൻ അപ്പോഴേക്കും ഒരു ഭയമുണ്ട്, സ്വാഭാവികമായിട്ടുണ്ടാകും. ഡ്രൈവറോട് പറഞ്ഞു പോകരുത്, ഇറക്കി വിടുകയാണെങ്കിൽ വേറൊരു ഓട്ടം. തന്നെയല്ല നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വന്നു, പെരുമാറ്റത്തിന് മാറ്റം വന്നു, സംസാരത്തിന് മാറ്റം വന്നു, ടോട്ടലി നമ്മൾ ചേഞ്ച് ആയി വരുന്നത്. അവരുടെ സിസ്റ്റത്തിൽ നിന്നൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും. അല്ലാതെ ആർക്കും നമ്മളോട് ദേഷ്യം ഉണ്ടായിട്ടില്ല ഈ മത വിഷയം ഉണ്ടാകുന്നത്. തന്നെ നമുക്ക് നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വന്നുകൊണ്ട് പ്രതികരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ആ രീതിയിലാണ് മുമ്പോട്ട് വന്നത്. അതൊരു സ്വാഭാവികമായിട്ടുണ്ടാവുന്ന എന്തോ നമ്മൾ അവരിൽ നിന്ന് അകന്നു എന്നുള്ളൊരു ചിന്ത അവരെ ഭരിച്ചു. അവസാനം പെട്ടിയെല്ലാം എടുത്ത് ഇറങ്ങി വീടിനകത്ത് കയറുമ്പോൾ ഈ ബൈബിൾ എൻ്റെ ബ്രീഫ് കേസിനകത്തിരിപ്പുണ്ട്. ഈ ബൈബിളും കൊണ്ടാണ് കർത്താവേ യേശുവേ എന്ന് പറഞ്ഞ് അന്നത്തെ പ്രാർത്ഥന. എനിക്ക് തോന്നുന്നു ആകാശം കീറിപ്പോന്ന പ്രാർത്ഥന, പക്ഷെ സൗണ്ടില്ലായിരുന്നു, ഹൃദയത്തിനകത്തായി യേശുവേ എന്ന് പറഞ്ഞ് കയറുന്നു. അപ്പോൾ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ സഹോദരങ്ങളൊക്കെ എനിക്ക് വഴിമാറി. പെരയ്ക്കകത്ത് മുറിക്കകത്ത് എൻ്റെ അമ്മ കിടക്കുന്നു, വളരെ സീരിയസ് ആയിട്ട് ആശുപത്രിയിൽ നിന്ന് വിട്ടതാണ്. അമ്മയിൽ ഭയങ്കര സൗഖ്യം നടന്നു. അവൻ വന്നു, നിങ്ങളുടെ മോൻ വന്നു എന്ന് വീട്ടിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്. അവനെ ഇങ്ങോട്ട് കയറ്റിവിടുന്നു പറഞ്ഞു. അമ്മ മുറിക്കകത്ത് ദൈവസാന്നിധ്യം കണ്ടു. അമ്മയിൽ ഭയങ്കര മാറ്റം ഉണ്ടായി. ആദ്യമൊക്കെ പ്രതിഷേധമായിരുന്നു, എന്തിനാ നീ എൻ്റെ ഉദരത്തിൽ പറഞ്ഞതെന്ന് പറഞ്ഞ അമ്മയിൽ ഭയങ്കര മാറ്റം ഉണ്ടായി. പിന്നെ ഇപ്പോൾ ഗ്രാജുവലി പതുക്കെ വീടിനകത്ത് ഒത്തിരി മാറ്റങ്ങളുണ്ടായി. ഭാര്യയിൽ ഭയങ്കര ദൈവസ്വാധീനം ഉണ്ടായി. കുഞ്ഞുങ്ങളിൽ ഭയങ്കര ഹീലിംഗ് നടന്നു. എനിക്ക് ട്വിൻസ് ബ്രദറാണ്, മൂത്ത ജ്യേഷ്ഠൻ്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു. ട്വിൻസ് ബ്രദറൊക്കെ ഗുജറാത്തിലായിരുന്നു. അവരിൽ വലിയ മാറ്റം ഉണ്ടായി. മൂത്ത ജ്യേഷ്ഠനും കുടുംബമൊന്നും വിശ്വാസത്തിലായില്ല, പക്ഷേ അവർക്കെല്ലാവർക്കും ഒത്തിരി അത്ഭുതങ്ങൾ അവർ കണ്ടു. മൂത്ത ചേച്ചി നിമിത്തമാണ് ഞാൻ ആദ്യം വിശ്വാസത്തിലോട്ട് വരാൻ തന്നെ ഉണ്ടായ ഒരു സംഭവം ഉടലെടുക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അമ്മ സീരിയസ് ആയ എൻ്റെ നാട്ടിൽ വന്നപ്പോൾ ഒരു പാസ്റ്ററും ഭാര്യയും വെച്ച് അവർക്ക് 500 രൂപ, അവർക്കൊരു ചിലവിന് ഒരു 500 രൂപ കൊടുത്തിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ചേച്ചി എന്ന് പറഞ്ഞു. പ്രാർത്ഥനയിൽ വിശ്വസിക്കുമായിരുന്നു എൻ്റെ ചേച്ചി. അങ്ങനെ ആ പ്രാർത്ഥന അന്ന് അവർ വീട്ടിൽ വന്ന്, ഞാൻ വന്നപ്പോൾ വീട്ടിൽ വന്നു, പ്രാർത്ഥിച്ചു. ഞാൻ അവർക്ക് എന്തോ ചില്ലറയൊക്കെ കൊടുത്തു. അങ്ങനെ ഒരു സപ്പോർട്ടും ഉണ്ട്. അതുകൊണ്ട് അവരാരും എനിക്ക് എതിർപ്പല്ല, ചേച്ചിയൊന്നും. പക്ഷേ മതപരമായിട്ടുള്ള വലിയ എതിർപ്പും സഹോദരങ്ങൾ ഭയങ്കര എതിർപ്പുമായി. എൻ്റെ ട്വിൻസ് ബ്രദറൊക്കെ എന്നെ കൊല്ലാനായിട്ട് ചാടിയത്. 30 ദിവസം ഞാൻ അവൻ അവധിക്ക് വന്നപ്പോൾ ഭാര്യ വീട്ടിൽ പോയി നിന്നു. പക്ഷേ കൃപയാൽ അവനും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുടുംബവുമായിട്ട് അവർ വിശ്വാസത്തിലേക്ക് വരികയുണ്ടായി. ഒത്തിരി അനുഭവങ്ങളിലൂടെ കടന്നുപോയി. പിതാവ് വിശ്വാസം വന്ന് ഇല്ല, അച്ഛൻ വിശ്വാസത്തിൽ വന്നില്ല, അമ്മ വിശ്വാസത്തിൽ വന്നു. റാന്നി ന്യൂ ഇന്ത്യ പ്രിൻസ് വാസുടെ ഒക്കെ ചർച്ചിലായിരുന്നു. അവിടെ ആയിരുന്നു ആദ്യം ഞങ്ങൾ പോയിരുന്നത്. ഏതായാലും നമ്മൾ ഇങ്ങനെ ഈ വിശ്വാസത്തിൻ്റെ ചുവടുവെപ്പ് നടത്തി കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടായ ധൈര്യം, ആ വിശ്വാസം, നമ്മളിൽ പറഞ്ഞ അഭിഷേകം, അത് മറ്റുള്ളവർക്കും പകരാൻ ഇടയായി തീർന്നു. അവരും യഥാർത്ഥത്തിൽ ദിവസം കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നൊരു വാക്ക് ഇങ്ങനെയാണ്, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, ആഴത്തിൽ എന്നോട് ഇടപെടണേ, അല്ലേ? ആഴത്തിൽ ആത്മാവ് എന്നോട് ഇടപെടണേ എന്ന്. ദൈവിക ഇടപെടലുകളൊക്കെ നിന്ന് കിടക്കുകയല്ലേ. അപ്പോൾ ദൈവം ഒന്ന് ഇടപെടാൻ ഒരു മനുഷ്യനിൽ മനസ്സ് വെച്ചാൽ അവൻ സ്വാഭാവികമായിട്ടും അവൻ പാടിപ്പോവും. കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഇടപെടണം, കുറേ കൂടെ ഡീപ്പായിട്ട് ഇടപെടണം, കുറേ കൂടെ ഡീപ്പായിട്ട് ഇടപെട്ടേ മതിയാകും എന്നുള്ളതല്ലേ? ദൈവിക ഇടപെടൽ നടന്നേ മതിയാവും. അപ്പം ഈ ആഴത്തിൽ എന്നോട് ഇടപെടണേ എന്നുള്ള ഗാനം പിറക്കാനുള്ള ഒരു സാഹചര്യം, അതിൻ്റെ പിന്നാമ്പുറ കഥ എന്താണ്? നിശ്ചയമായിട്ട് ദൈവസാന്നിധ്യം, ഒന്നാമത് അഭിഷേകത്തിന് വലിയ പ്രാധാന്യം കാണുന്നു. കാരണം അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു, 36 ആ വാക്യത്തിൽ ഇങ്ങനെ 34 തോന്നുന്നു.
ആ വാക്യം എന്ന് പറഞ്ഞു, നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അഭിഷേകത്തിന് ഭയങ്കര പ്രസക്തിയുണ്ട്. അപ്പോയിൻ്റ് ചെയ്യുക, ദൈവം പവർ കൊണ്ട് അഭിഷേകം ചെയ്യുക, ദൈവശക്തി കൊണ്ട്. ദൈവശക്തിയുടെ കുറവാണല്ലോ എല്ലാ പ്രശ്നങ്ങളും. അപ്പം ഞാൻ ഓർക്കുക, ദൈവമേ, ആ ആത്മശക്തിയുടെ അനുഭവം ഞാൻ അനുഭവിച്ചപ്പോൾ അതുകൊണ്ട് മാത്രം എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ അനുഭവം ഒന്നും പോരാ, കുറേ കൂടെ ഡീപ്പായിട്ട് ഇടപെട്ടേ പറ്റൂ. അല്ല, ഏലിയാവിൻ്റെ കാലഘട്ടങ്ങൾ, ആ ഏലീശ അനുഭവിച്ച അനുഭവങ്ങൾ, മോശ അനുഭവിച്ച ആത്മീയ അനുഭവങ്ങൾ, ഒറ്റ വാക്കിൽ ചാടി ഇറങ്ങിത്തിരിക്കുന്ന അപ്പോസ്തലന്മാർ അനുഭവിച്ച ആദ്യത്തെ അനുഭവങ്ങൾ, എന്തോ ഒരു പവർ ഇപ്പോഴും കുറവാണെന്ന് തോന്നി. കർത്താവേ, എന്നോടൊന്ന് ഇടപെടണം, നിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ ചാടിയിറങ്ങാൻ, എല്ലാം വെട്ടി ചാടിയിറങ്ങാൻ, ആ ഇടപെടൽ വെളിപ്പെടണമെന്ന് കൊതിച്ച നിമിഷങ്ങളിലെല്ലാം പറഞ്ഞു, കർത്താവേ, എപ്പോഴാണ് ഇത് പിറന്നതെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഈ ദാഹത്തിൽ നിന്നാണ് വന്നത്, ആഴത്തിൽ. ചില വർഷങ്ങൾക്ക് മുമ്പ് ആ പാട്ടുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും പാസ്റ്ററുടെ ഗാനങ്ങളെല്ലാം തന്നെ നമ്മൾ ചിന്തിച്ചാൽ പഠിച്ചാൽ, അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ സൗഹൃദ സംഭാഷണത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം നടത്തിയപ്പം ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം, എല്ലാം ആഴമേറിയ വചനത്തിൻ്റെ ബോധ്യങ്ങളിൽ നിന്നുണ്ടായതാണ്. അല്ലെങ്കിൽ ദൈവം ഇടപെട്ട ആ സന്ദർഭങ്ങളിൽ ജനിച്ച ഗാനങ്ങളാണ് ഭൂരിപക്ഷ ഗാനങ്ങളും. ചിലർ പ്രാർത്ഥനയിലിരുന്നപ്പോൾ, വചനധ്യാനത്തിലിരുന്നപ്പോൾ, പക്ഷേ എല്ലാം ദൈവിക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് എഴുതിയ ഗാനങ്ങളാണ്. ഒരു ഗാനം എഴുതണമെന്ന് നിശ്ചയിച്ച് പോയിരുന്ന് എഴുതിയതോ അല്ലെങ്കിൽ ഒരു പാട്ട് പാടിയേ മതിയാകൂ എന്നായപ്പോൾ ഒരു പാട്ട് ഉണ്ടാക്കിയതല്ല. അതുകൊണ്ടാണ് ആളുകളെല്ലാവരും അവരുടെ ഗാനങ്ങളായിട്ട് അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്ന ഗാനങ്ങളായിട്ട് ഇത് ഏറ്റെടുത്തത്. നമുക്ക് ഈ ഗാനം പാടിയ ആളുകളെ ഓർക്കേണ്ടതായിട്ടുണ്ട്. ലോഡ്സൺ ആന്റണി, ലോഡ്സനും ഷിജിൻ ഷായും കൂടിയാണ് പാടിയിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ട ചില വ്യക്തികളാണ്. ഒന്ന്, കർത്താവദാസൻ പാസ്റ്റർ റജി നാരായണൻ എന്ന വ്യക്തിയെ ഒരു സുവിശേഷകനായി അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ മൂല്യമുള്ള വ്യക്തിയാക്കി, ഒരു രക്ഷിക്കപ്പെടാനും അതിന് അനന്തരം യഥാർത്ഥത്തിൽ ക്രൈസ്തവ മൂല്യങ്ങളിൽ താത്വികപരമായി എങ്ങനെ ജീവിക്കണമെന്ന് പ്രേരിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും നല്ലൊരു ബേസ് കൊടുത്ത ചില ശുശ്രൂഷന്മാരുണ്ട്. എല്ലാവരുടെയും പേര് ഞങ്ങൾ പരാമർശിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ടതായ ഇവിടെ പരാമർശിച്ച ഈ ദേവദാസന്മാരുടെ ഒക്കെ ഒരുപക്ഷെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അവരായിരിക്കാം. അവരെയൊക്കെ നന്ദിയോടുകൂടി ഈ പ്രോഗ്രാമിൽ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഗാനം ആലപിച്ച ലോഡ്സൺ ആന്റണി ഇന്ന് ലോകം അറിയപ്പെടുന്ന ഏറ്റവും നന്നായി വർഷിപ്പ് ഗാനങ്ങൾ ആലപിക്കുകയും അല്ലെങ്കിൽ വർഷിപ്പ് ലീഡറായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കർത്താവ് പ്രവർത്തിക്കുകയല്ല കർത്താവ് ഉപയോഗിക്കുന്ന ലോഡ്സൺ ആന്റണി ഞങ്ങളുടെയൊക്കെ സ്നേഹിതനാണ്. അദ്ദേഹത്തെയും ഷിജിൻ ഷാ ഏറ്റവും മനോഹരമായി തന്നെ ഗാനങ്ങൾ ആലപിക്കുന്ന, അനേക ഗാനങ്ങൾക്ക് ശബ്ദം പകർന്നിട്ടുള്ള, ഇന്ന് യുവതലമുറയിൽ ശക്തമായി ദൈവം ഉപയോഗിക്കുന്ന അനുഗ്രഹീത വർഷിപ്പ് ലീഡർ കൂടിയാണ്, നല്ല ഗായകനാണ് ഷിജിൻ ഷാ കോട്ടയം. അദ്ദേഹത്തെയും ഈ രണ്ടുപേരെയും ഞങ്ങൾ ഈ ഗാനം ആലപിച്ചത് ഓർക്കുന്നു. എന്നാൽ അതിനപ്പുറമായിട്ട് മനോരമ ഈ ഗാനങ്ങൾ ഏറ്റെടുക്കാനിടയായി, അല്ലേ? മനോരമ മ്യൂസിക് ആ ഗാനമാണ് ശ്വേതാമോഹനെ ഞങ്ങൾ ഓർക്കുന്നു. കാരണം ഇത്രയും മനോഹരമായൊരു ഗാനം ക്രൈസ്തവ കേരളയ്ക്ക് സമ്മാനിച്ചത് വളരെ മാധുര്യമേറിയ ശബ്ദത്തിലാണ്. എന്നാൽ ഈ ഗാനത്തിൻ്റെ ആഴം എന്താണെന്ന് പാടിയപ്പോൾ ഓർക്കുന്നു എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു. ഏതായാലും ശ്വേത കൂടി ഞങ്ങൾ ഓർക്കുന്നു. മനോരമ മ്യൂസിക്കിലെ പ്രിയ റജി, അല്ലേ? അദ്ദേഹമാണ് നമ്മുടെ റജി അദ്ദേഹമാണ് ഇതിനുള്ള മുഖാന്തരം വഹിക്കുന്നത്. ലോകമെമ്പാടുമുള്ള മലയാളിക്ക് സമ്മാനിച്ച ഈ ഗാനം പിറക്കാനുള്ള മുഖാന്തരമായ റജിയെ കൂടി നമ്മൾ ഓർക്കുന്നു. ഈ ഗാനം നമുക്ക് ഈ ഗാനം കേട്ട ശേഷം മടങ്ങി വരാം, അല്ലേ? ഈ ഗാനം ദയവായി നമുക്ക് കേൾക്കാം. ഇപ്പോൾ നമുക്ക് വേണ്ടി അനിൽ അടൂരും ജെറിയും നമുക്ക് വേണ്ടി ഗാനം ആലപിക്കും. ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ.
പക്ഷേ ഈ ആഴത്തിൽ എന്നോട് ഇടപെടണേ എന്നുള്ള ഗാനം നമുക്കാർക്കും മറക്കാനാവാത്തൊരു പാട്ടാണ്. കാരണം മുമ്പ് പറഞ്ഞ പോലെ ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ ആരാധനകളിൽ പ്രത്യേകിച്ചൊരു വചനം കേൾക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് പല ആളുകളും പാടുന്ന ഒരു ഗാനമായിട്ട്, പ്രത്യേകിച്ച് വചനം ധ്യാനിക്കുമ്പോഴൊക്കെ പാടുന്ന പാട്ടായിട്ടാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കൃത്യമായിട്ട് നമ്മൾ ഒരു ആഹ്വാനം പോലെ നമ്മളോടൊന്ന് സംസാരിച്ചേ മതിയാകൂ എന്ന് പറയുന്ന നിലയിലാണ് ആ ഗാനം പാടുന്നത്. വളരെ മനോഹരമായി നമ്മോടൊപ്പം ചേരുന്ന ദേവദാസന്മാർ നമുക്ക് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി പാടി പ്രത്യേകം അവരോട് നന്ദി പറയുകയാണ്. നിങ്ങൾ ഈ പാട്ടുകളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒട്ടനവധി ഗാനങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഒന്ന് പാടിയേ കൊള്ളാം എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ പരിമിതമായ സമയത്ത് നമുക്ക് പാടാൻ പറ്റുന്ന അത്രയും പാട്ടുകൾ പാടുകയും അനുഭവങ്ങൾ പറയുകയും ചെയ്യും. ഇനി അടുത്തതായി നമ്മൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ ഒരു ആഹ്വാനം എങ്ങനെ ഉണ്ടായത്? എന്താണ് തീരുമാനം? ജോലിക്ക് പിന്നെ പോയോ അതോ പിന്നീടുള്ള എന്താ സംഭവിച്ചത്? വീട്ടിൽ വന്നു. അതിനുശേഷം ഭാര്യ രക്ഷിക്കപ്പെടുന്നു. വീട്ടിൽ ഒത്തിരി അത്ഭുതങ്ങളൊക്കെ നടക്കുന്നു. ഞാൻ തിരിച്ച് ബോംബെ പോയിട്ട് തിരിച്ചു പോകാനായിട്ടുള്ള സമയമായപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബൈബിൾ ഇങ്ങനെ ഒരാൾ എടുത്തു പിടിച്ചിരിക്കും. അപ്പോൾ ഞാൻ അടുത്ത ദിവസം പോവാണ്, ബോംബെക്ക് പോയിട്ട് പാസ്പോർട്ട് കൊടുത്തിട്ട് പോകാനുള്ള അവിടുന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെല്ലാൻ. ആ ബൈബിള് പെട്ടെന്ന് ഞാൻ ആ ബൈബിളിലോട്ട് കയറി അങ്ങ് പിടിക്കുക. ഞാൻ ലിറ്ററലി നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ബൈബിൾ ഇരിപ്പുണ്ട് കട്ടിലിൽ. ഞാൻ പിന്നെ ആ ബൈബിൾ കയ്യിലെടുത്ത് അങ്ങ് പിടിക്കുക. ഒരു സൗണ്ട് കേൾക്കുകയാണ്, ഈ പാസ്പോർട്ട് ഞാൻ നിൻ്റെ തരട്ടെ. ഞാനത് കെട്ടിയങ്ങ് പിടിച്ചു. എനിക്കൊന്നും അറിയത്തില്ല. അന്നൊക്കെ ലൈവായിട്ട് കർത്താവ് സംസാരിക്കുന്ന എക്സ്പീരിയൻസ് അതൊന്നും റിയലൈസ് ചെയ്യാനൊന്നും അറിയത്തൊന്നുമില്ല. ആ എക്സ്പീരിയൻസൊക്കെ ഭയങ്കരമാണ്. അതുകൊണ്ട് ഞാനിപ്പോഴും ആത്മാവിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ മനുഷ്യൻ്റെ യുക്തിക്കും ബുദ്ധിക്കും അതീതമായിട്ടാണ് സ്പിരിറ്റ് വർക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇടുങ്ങിയ ചിന്താഗതിയിൽ ഓരോരുത്തർ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ചിരി വന്നു പോകും. അത്ര ഭയങ്കര ആഴമേറിയ സ്പിരിച്വൽ മേഖലയാണല്ലോ ദൈവം നമ്മളോട് ഇടപെടുന്നത്. അതെ, തീർച്ചയായിട്ടും. ഈ കാലഘട്ടങ്ങളിൽ മുമ്പേ നമ്മൾ പരാമർശിച്ച പോലെ പരിശുദ്ധാത്മാവിനെ പോലും ലഭിച്ച അറിവിൻ്റെയും അജ്ഞതയുടെയും അടിസ്ഥാനത്തിൽ, ലഭിച്ച പരിമിതമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാവർത്തനം ചെയ്യുന്നത്, പഠിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ വിവേചിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന് അത്തരത്തിലുള്ള ഒരു മൂല്യബോധം ഇല്ലാതെ അവൻ എന്നും ജീവിക്കുന്ന ആ തരത്തിൽ അങ്ങ് മുമ്പോട്ട് പോവുകയാണ് സംഭവിക്കുന്നത്. വ്യത്യസ്തമായ വെളിപ്പാടുകൾ ഓരോരുത്തർക്കും ദൈവം. അതെ അതെ അതെ. ആർക്കും വിവേചിക്കാനോ ആർക്കും മനസ്സിലാക്കിയെടുക്കാനോ കഴിയാത്ത വിധത്തിൽ അത്ര അനുഭവമല്ലേ ദൈവത്തിൽ കിടക്കുന്നത്. എങ്ങനെയായിരുന്നു പിന്നീട് സോഷ്യലിലേക്ക് ഇറങ്ങിയത്? അന്ന് അവിടുന്ന് ഞാൻ ആ ബൈബിൾ ആ ഒരു അനുഭവം കൊണ്ട് ചാടി എഴുന്നേക്കുകയും പ്രാർത്ഥിക്കുകയും. അപ്പോഴേക്കും വീട്ടിൽ വീണ്ടും പ്രശ്നമായി. ഇപ്പം നിങ്ങൾ പോകുന്നില്ലേ? ഇനി ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ റാന്നി ന്യൂ ഇന്ത്യ ചർച്ചാണ് എനിക്ക് വലിയ സപ്പോർട്ട് ചെയ്തത്. അവർ ഫുൾ സപ്പോർട്ടാണ്. തുണ്ടത്തിൽ സഭ എന്നെ പോവുകയും വരികയും എടുത്തിട്ട് പോവുകയും ഒത്തിരി അനുഭവങ്ങൾ. ആ വഴി പിന്നെ അങ്ങ് ടെസ്റ്റ് മണിയൊക്കെ പറഞ്ഞു പോവുകയും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി അവരെനിക്ക് സപ്പോർട്ട് തരികയുണ്ടായി. അവരുടെ ചർച്ചിൻ്റെ സെക്ഷൻ മീറ്റിങ്ങുകളിൽ ഞാൻ പ്രസംഗിക്കണം. അതിൽ കൂടെ ഞാൻ പോലും അറിയാതെ ഒരു ശുശ്രൂഷയിലേക്ക് വരികയാണ്. ദൈവം കൊണ്ടെത്തിക്കാറുണ്ട്. പിന്നെ ദൈവം നടത്തുന്ന പോലെ പിന്നെ അനുഭവങ്ങളിൽ ദൈവം തരുന്ന പാട്ട്. അതിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഒത്തിരി വെല്ലുവിളികളുള്ള സമയത്താണ് പല പാട്ടുകളും എഴുതിയത്. ഒന്നെനിക്ക് എന്നെ ഉപദ്രവിക്കാനൊക്കെ ഉണ്ടായ ഒത്തിരി അനുഭവങ്ങൾ ഓരോരുത്തർ വെളി നോക്കി. അതിലേക്ക് ഞാൻ വരികയാണ്. അതിനു മുമ്പായിട്ട് ഞാൻ എനിക്ക് പലപ്പോഴും ചോദിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു, തീ പോലെ ഇറങ്ങണമേ. ഈ ഗാനം ഒരു 2 വർഷം മുമ്പ് വരെ വളരെ എല്ലാവരും നമ്മൾ ഹിറ്റ് എന്ന പദം ഉപയോഗിക്കുന്നില്ല, സൂപ്പർ ഹിറ്റ് എന്ന പദം ഉപയോഗിക്കുന്നില്ല. അതൊക്കെ സാങ്കേതികമായിട്ട് പലരും ഉപയോഗിക്കുന്ന പദമായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് എല്ലാവരും പാടി ആരാധിക്കുന്ന, ആശ്വസിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഗാനമായി അത് മാറി. പെർസിസാണ് ഗാനം ആലപിച്ചല്ലേ? പക്ഷേ അതോടൊപ്പം തന്നെ ആ ഗാനത്തിന് ഒരുപാട് വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് പിന്നീട് നമുക്ക് പറയാം. ആ പാട്ട് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അത് 10 വർഷത്തിനോളം മുമ്പാണ്. അതും ഇതുപോലെ മീറ്റിങ്ങുകൾക്ക് പോകുമ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഓർമ്മയില്ല, പലതും കിട്ടുന്നില്ല. എങ്കിലും ചിലതിങ്ങനെ പലരും കൂട്ടുകാരൊക്കെ പറയുമ്പോൾ കളക്ട് ചെയ്തെടുക്കാറുണ്ട്. റോഡിൽ കൂടെ പലരെ അനുഭവം ഈ ആൾക്കാർ രക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹത്തിൽ അസ്ഥിയുടെ ആ വചനം വായിക്കുമ്പോൾ അസ്ഥിയുടെ താഴ്വരയിൽ കിടന്ന അസ്ഥികൾ ചാടി എഴുന്നേൽക്കുന്നതും, പിന്നെ ദൈവത്തിൻ്റെ ആ മുമ്പേ പറഞ്ഞ പോലെ അപാരത, മഹത്വം, ദൈവത്തെ ലിമിറ്റായി കാണുന്നത്. ഈ ദൈവത്തെ ലിമിറ്റായി കാണുന്നതിനോട് യോജിക്കാറില്ല. ഞാൻ വേദപുസ്തകം വായിക്കുമ്പോൾ സീനായി മലയിൽ ഇറങ്ങിയ ആ ദൈവത്തിൻ്റെ അഗ്നിയും, അങ്ങനെ ദൈവത്തിന് ഇറങ്ങാതെ ഇരിക്കാമായിരുന്നു. എന്തിനാ അങ്ങനെ ഇറങ്ങി? അപ്പോൾ ദൈവം ഭയങ്കര ദൈവമാണ്. ആ അഗ്നി സാന്നിധ്യം
മോശയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ദൈവമേ എന്നെ ആ സ്ഥാനത്ത് നിന്ന് കണ്ടിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആഗ്രഹവും കരച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. ആവർത്തന പുസ്തകം 4-ാം അധ്യായം വായിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്തായ തീ. അപ്പോൾ ഇതൊക്കെ വായിച്ചു. അപ്പോൾ ഞാനിത് വായിക്കുമ്പോൾ ദൈവമേ ഇതെന്തൊരു തീയാണ്. അപ്പോൾ ഞാൻ പറയും ദൈവമേ ആ തീ സ്നേഹത്തിൻ്റെ തീയാണ്, ജയത്തിൻ്റെ തീയാണ്, പിടിവിക്കുന്ന തീയാണ്. ഒരു പർവ്വതം മുഴുവൻ കത്തിയിട്ട്, വനങ്ങൾ കത്തിയിട്ട്, നാട് മുഴുവൻ വീടുകളും കത്തിച്ച് കളയുന്ന ലോകത്തിൻ്റെ തീയിൽ നിന്ന് വ്യത്യസ്തമായി മുൾപ്പടർപ്പിൽ കത്തിയ ആ തീ ഒരു മനുഷ്യനോട് സംസാരിക്കുകയും മനുഷ്യൻ്റെ ലൈഫ് തിരിക്കുകയും മറ്റൊരു കൂട്ടത്തെ നയിക്കാൻ പ്രാപ്തനാക്കുകയൊക്കെ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് റജി നാരായണനും പ്രാർത്ഥിക്കാം, ദൈവമേ ആ തീ പോലെ ഒന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ. അതാണ് എന്നത്തെ ആഗ്രഹം. ഈ ഭാഷ സംസാരത്തിൽ വളരെ സിൻസിയറായിട്ടാണ് പറയുന്നത്. ചില ആളുകൾ പാട്ട് എഴുതിയിട്ട് ഇന്ന വർഷം എഴുതിയ പാട്ടാണ്, ഇന്നയാണ് അതിൻ്റെ സാഹചര്യം. ഒരു കുക്കഡ് സ്റ്റോറി ആയിട്ട്, ഒരു പെട്ടെന്നുണ്ടാക്കിയ ഒരു കഥയായിട്ട് വേണമെങ്കിൽ ക്ലബ് ചെയ്യാം ഇതുമായിട്ടെ. പക്ഷേ ഇത് ഭാഷ മുമ്പേ പറഞ്ഞൊരു കാര്യം ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല അതെങ്ങനെയാണ്. ഏതായാലും ഈ പാട്ടുകളൊക്കെ ഒരു കഥ അല്ലെങ്കിൽ ഒരു അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ അതിൻ്റെ സാഹചര്യം ഒരുപക്ഷെ നമ്മുടെ മറവിയിലേക്ക് പോയെങ്കിൽ പോലും ആ ഗാനങ്ങൾ ഇന്നും മറവിയിൽ ശ്മശാനത്തിൻ്റെ അടിയാതെ ഓർമ്മയുടെ ശേഖരങ്ങളിൽ ആളുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇന്ന് പലയിടങ്ങളിൽ ഈ ഗാനങ്ങൾ പാടി ദൈവം മക്കൾ ആരാധിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഈ ഗാനം കേട്ട ശേഷം മറ്റ് ഗാനങ്ങളുടെ പശ്ചാത്തലം എന്നറിയാം. ദയവായി ഈ ഗാനം നമുക്ക് ശ്രമിക്കാം. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാരം വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാരം വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ,
കൊടുങ്കാറ്റായി വീശണമേ, നദിയായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, നദിയായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, നദിയായി ഒഴുകണമേ. ഒരുപക്ഷെ ഗാനങ്ങൾ, ഈ ഗാനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ പാടിയ ആളുകളെ നമ്മൾ ഓർക്കുകയാണ്. പെർസിസാണ് ഈ ഗാനം പാടിയത് അല്ലേ? അന്ന് ആ സമയത്ത് റെക്കോർഡിംഗ് സമയത്തിന്റെ അനുഭവങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ഓ ഉണ്ട്. അത് പറയണ്ടേ. ഈ പാട്ടിലെല്ലാം റെക്കോർഡിങ്ങുകൾക്കെല്ലാം ഭയങ്കര വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. കെസ്റ്റർ പാടിയ ഒരു പാട്ടുണ്ടായിരുന്നു, നിന്റെ കോപത്തിൽ എന്നെ ശേഷിക്കരുതേ, സങ്കീർത്തനം 6-13 സങ്കീർത്തനം ഇതെല്ലാം ചേർത്തുള്ളതാണ്. അത് റെക്കോർഡ് ചെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് സ്റ്റുഡിയോ എല്ലാം റെഡിയാക്കിയിരിക്കുമ്പോൾ തലേദിവസം എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ICUവിലായിരുന്നു. അദ്ദേഹം വെന്റിലേറ്ററിലായി, അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചു. പെട്ടെന്ന് അതിൻ്റെ റെക്കോർഡിങ് ക്യാൻസൽ ചെയ്തു. തീ പോലെ ഇറങ്ങണേ അത് ചെയ്യുമ്പോൾ പെർസീസ് തിരുവനന്തപുരത്ത് വന്നിറങ്ങി. എൻ്റെ ട്വിൻസ് ബ്രദർ പോയി പുള്ളിക്കാരെ വിളിക്കാൻ പോയി. അപ്പം നമ്മുടെ ഫെബിൻ്റെ സ്റ്റുഡിയോയിലാണ്, ലാസർ പാസ്റ്ററുടെ സ്റ്റുഡിയോയിലാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. എന്തു നീ കണ്ടു 7 എന്നൊരു പാട്ടുണ്ട്, അതിൻ്റെ കോറസ് പാടുക. CP തങ്കച്ചനാ എന്തു നീ കണ്ടു എന്നുള്ള പാടിയത്. ഭയങ്കര നല്ല പാട്ടാണ് അത്, വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പാട്ടാണ്. അത് സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പാടും. തീർച്ചയായിട്ടും നീ 7 നിൻ പ്രാണനേകി എന്നെ മാനിച്ചിടാൻ, വേദനയല്ലാതെ എന്തു ഞാൻ നൽകി, വേദനയല്ലാതെ എന്തു ഞാൻ നൽകി, എന്നിട്ടും എന്തേ നീ ഓമനിച്ചു. ദൈവത്തിന് നമ്മൾ ശരിക്കും കൈയടിച്ച് പാട്ട് പാടുന്നതൊക്കെ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നെങ്കിലും ദൈവം പലപ്പോഴും നമ്മളിൽ തൃപ്തരല്ല. ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലൊന്നും നമുക്കാകാൻ കഴിയുന്നില്ല. പിന്നെ നമ്മളിൽ ഒരിക്കലും ദൈവം അതൃപ്തനാകുന്നില്ല. കർത്താവിൻ്റെ മഹാസ്നേഹം, അതാണ് ആ പാട്ടിൻ്റെ. അപ്പോൾ അതിൻ്റെ കോറസ് അവിടെ പാടുക. ഞാൻ അവിടെ ഇരിപ്പുണ്ട്, ഞാനവിടെ വരെ 8:30 മണിയായി. അപ്പോൾ ഇവർ പാടാനായിട്ടെല്ലാം റെഡിയായി. അപ്പോൾ പെട്ടെന്ന് ഒരു ഫോൺ, എൻ്റെ മൂത്ത ചേച്ചി മരിച്ചു, മൂത്ത സിസ്റ്റർ. പുള്ളിക്ക് അദ്ദേഹം പാടാനായിട്ട് വരികയാണ്. ആകെ ഡേറ്റില്ല, ഒരു ഡേറ്റേ ഉള്ളൂ. എന്താ ചെയ്യുന്നത്? രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഞങ്ങൾ വേണം അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാം. ആങ്ങളമാരല്ലേ, ഓടിച്ചെല്ലുക. മൂത്ത ജ്യേഷ്ഠനുമില്ല, അദ്ദേഹവും മരിച്ചു. ഞങ്ങൾ ഇരട്ടകളുണ്ട്, അവനവിടെയാണ്. ഞാനെ വിളിച്ചു പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോവാണ്. നിങ്ങൾ രണ്ടുപേരും ഇരട്ട അല്ലേ? ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേരെന്താ? സജി നാരായണൻ. അദ്ദേഹം റാന്നിയിലാണ്, വിശ്വാസത്തിലിപ്പം പിന്നെ തുണ്ടത്തി ചർച്ചിലാണ് പോകുന്നത്. അപ്പോൾ അവർ വരിക. ഞാൻ പറഞ്ഞു, നീ മാഡത്തെ കൊണ്ടുപോവാ, അങ്ങോട്ട് കൊണ്ടുപോവാ, ഞാനിപ്പോൾ അങ്ങോട്ട് പോകാം, കൊണ്ടുവന്നാക്കിയിട്ട് പെട്ടെന്ന് വരിക എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞങ്ങൾ അവിടെ ചെന്നു. മോർച്ചറിയിൽ ബോഡി കോഴഞ്ചേരിയിൽ കൊണ്ടുവച്ചിട്ട് 11:30 കഴിയുമ്പോഴത്തേനും ഞാൻ അലഞ്ഞു വന്നിരിക്കുന്ന ഇരിപ്പാണ് തീ പോലെ എന്നുള്ള പാട്ടിനകത്തിരിക്കുന്നത്. എന്ത് ചെയ്യണം, എന്ത് വേണം, അങ്ങ് ചത്ത പോലെ ഇരിക്കുകയാണ്. ഓരോ പാട്ടിൻ്റെ പിന്നിൽ ഭയങ്കര പെയിൻ ഉണ്ടായിട്ടുണ്ട്. പറയുന്നവർക്കൊക്കെ കമൻറ്റുകളൊക്കെ പറയാം. അതെ പക്ഷേ നമുക്ക് അതിലേക്ക് വരുന്നുണ്ട്. ആളുകൾ വിമർശിക്കട്ടെ, ആളുകൾ പറയുന്നതും പറയട്ടെ, പക്ഷേ തീവ്രമായ ജീവിതാനുഭവങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ ഓരോ പാട്ടും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെർസിസിനെ നമ്മൾ ഓർക്കുന്നു. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ തീവ്രമായ അനുഭവങ്ങളിലൂടെയാണ് ഇതൊക്കെ നമ്മൾ ഈ പാട്ടുകളൊക്കെ പിറക്കുമ്പോഴും നിങ്ങളുടെയൊക്കെ ശബ്ദത്തിലൂടെ ജനങ്ങൾ ആ പാട്ടെടുത്തു, ജനങ്ങൾ ആരാധിക്കുന്നു. ഇന്നും അനേകർക്ക് ശക്തി പകരുന്ന ഒരു ഗാനമായത് മാറി. ഈ ഗാനം പാടിയ പെർസിസിനെയും ഞങ്ങളിപ്പോൾ ഓർക്കുകയാണ്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ചിന്തിക്കുമ്പോൾ ഒട്ടനവധി ഗാനങ്ങൾ പാഷെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഗാനമാണല്ലോ ഒറ്റവർ മാറിയാലും, അല്ലേ? അത് ഞാൻ കേട്ടത് ആളുകൾ, ഞാൻ ഈ മാർക്കിടാൻ വേണ്ടി നമ്മൾ കോമ്പറ്റീഷന് മാർക്കിടാൻ പോകുമ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ ഗാനം പാടിയിട്ടുണ്ട്. അത് സീനിയർ ജൂനിയർ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റാണ്. അതെ 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 അത് നല്ലൊരു പാട്ടാണ്. അതിൻ്റെ അനുഭവം എന്താണ്? അതും ദൈവസ്നേഹം, നമ്മുടെ ബന്ധുക്കൾ നമ്മളെ തഴയുന്ന ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കൂട്ടുകാർ തഴയുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഓർമ്മയുണ്ടോ ഗാനം? പിന്നെ
ഒന്ന് പാടിക്കുക അത് ആദ്യം ഇറങ്ങിയ പ്രേക്ഷകർക്ക് വേണ്ടി പാടാം. ഉറ്റവർ മാറിയാലും ഉടയവർ നീങ്ങിയാലും, ഉറ്റവർ മാറിയാലും ഉടയവർ നീങ്ങിയാലും, യേശുവിൻ സ്നേഹമോ മാറില്ലൊരു നാളിലും, യേശുവിൻ സ്നേഹമോ മാറില്ലൊരു നാളിലും, മാറും മാറും മനുജരെല്ലാം മൺമറഞ്ഞിടും, മധുരവാക്ക് പറഞ്ഞവരോ മറന്നു പോയിടും. ജിജി സാമാണ് പാട്ട് പാടിയത്. പാട്ടുപെട്ടി വെച്ചല്ലേ? റജി മാനുവലാണ് അതിന് ഓർക്കസ്ട്ര ആയിട്ടുള്ളത്. നമ്മുടെ ഈ കൂട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടത് പാസ്റ്ററുടെ കൂടെ സഹകരിച്ചിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. റജി മാനുവല്, അതുപോലെ ആമാനിലെ ലാസവി മാത്യുവിൻ്റെ ഫെബിന്, ജയനാണല്ലോ ദീപോടെ ഇറങ്ങിയിട്ടുണ്ടല്ലേ ആ പാട്ട്. അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളെയും ഗായകരെയും നമ്മൾ ഓർക്കുന്നു. ജിജി സാമിനെ നമ്മൾ ഓർക്കുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാം ഏറ്റവും അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുകയാണ്. പറഞ്ഞാൽ തീരത്തില്ല, ഇതുപോലെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അതുപോലെ അനുഭവങ്ങളാണ് നമുക്കുള്ളത്. ഇന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ 30 ഗാനങ്ങൾ എഴുതിയാലും ഇനിയും ഗാനങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ, പാസ്റ്ററുടെ ഗാനങ്ങൾ. അതുപോലെ തന്നെ ഒരുപാട് വിദേശ യാത്രകൾ അല്ലേ, സുവിശേഷത്തിന് വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ത്യയിൽ പല ഭാഗങ്ങളിൽ സഞ്ചരിക്കാനുള്ള ഭാഗ്യമുണ്ടായി അല്ലേ. കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ കർത്താവിനിലേക്ക് ആകാൻ ഇടയായിത്തീർന്നു, ഒരു ഒട്ടുമുക്കാൽ ആളുകളും അല്ലേ. ഇന്ന് അവരുടെ നമ്മുടെ ഈ സന്തോഷവും ഈ നന്മയും ഈ അനുഗ്രഹവും ഈ ആളുകളുടെ ഈ ഗാനങ്ങളൊക്കെ ഏറ്റെടുക്കുമ്പോൾ അവർക്ക് എന്താ തോന്നുന്നു ഇപ്പോൾ? അവരുടെയൊക്കെ പ്രതികരണം എങ്ങനെയാണ്? അവർക്കൊക്കെ വലിയ സന്തോഷമുണ്ട്. ചില തിക്തമായ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും പറയാം. ഈ അത് പൊതു സമൂഹത്തോട് പറയുന്നു, നമ്മൾ അന്ധമായി ദൈവത്തിൽ വിശ്വസിക്കുന്നവർ. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരിക്കും. എനിക്കും അതുപോലെ ഞാൻ ചിലരെ അന്ധമായി ആഴമായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതുകൊണ്ടുണ്ടായ വലിയ ചില വിപത്തുകൾ, അത് പ്രേക്ഷകരോട് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ഭാരപ്പെടുത്തുന്ന വിപത്തുകളുണ്ടായിട്ടുണ്ട്. എൻ്റെ കൂടെ നടന്ന ഒരു പാസ്റ്ററുടെ മോനെ, അത് അങ്ങനെ പറയാൻ പാടില്ല ആരുടെയും കാര്യം, പക്ഷേ പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്ര പെയിൻ ഉണ്ടാകുന്ന സബ്ജക്റ്റുകളാണ്. കൂടെ നടന്നിട്ട് എനിക്കൊരു വീട് വാങ്ങിച്ചു. ഒരു വീടിന് വേണ്ടി ഞാനിങ്ങനെ അവരോട് പറഞ്ഞു, 2018 അമേരിക്കയിലുള്ള ഒരാളുടെ വീടാണെന്ന് പറഞ്ഞ് കാണിച്ച്, അത് നോക്കുന്ന ഒരാളെ ഇന്ന് താക്കോല് വാങ്ങിച്ച് തുറന്ന് കാണിച്ച്, കള്ളത്തരം കാണിച്ച്, നമ്മൾ അന്ധമായിട്ട് വിശ്വസിച്ചു. ഉണ്ടായിരുന്ന ജീവിതത്തിൽ സമ്പാദിച്ചു മുഴുവൻ 5-6 സിമ്മിനകത്തൂടെ കള്ളത്തരം കാണിച്ച്, ഫേക്ക് ഫോട്ടോ ഇട്ട് കളിപ്പിച്ച്, ഇങ്ങനെയുള്ള ഒത്തിരി, ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ലോകത്ത് നമ്മുടെ ആത്മീയകോളത്തിൽ ഏറ്റവും വലിയ പുഴുക്കത്ത് പിടിച്ചൊരു അനുഭവമാണ് ഇതുപോലുള്ള വ്യാജന്മാരും കള്ളന്മാരും. ദൈവസഭയ്ക്ക് ഈ ഇൻഫർമേഷൻ ഉണ്ടാകണം. ഇതുപോലുള്ള വ്യാജന്മാർ നമ്മുടെ പാടില്ല, കയ്യെത്തുന്ന ദൂരത്തുണ്ട്. പക്കാ കള്ളത്തരം എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ശുശ്രൂഷയിൽ നിന്ന് ലഭിക്കുന്ന നന്മയോ അല്ലെങ്കിൽ ദൈവവേലയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നന്മയാണ് ഇങ്ങനെയുള്ള ആളുകൾ കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മളെ ചീറ്റ് ചെയ്തോ, ദൈവം അങ്ങനെ അനുഭവിച്ചോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. നമ്മുടെ വിശ്വാസത്തിനകത്തുനിന്ന് പോകുന്ന അതിൻ്റെ അകത്തുനിന്നാണ് ഈ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണ് എന്നുള്ള പാട്ടിൻ്റെ സ്റ്റാൻസാ പുറപ്പെടുന്നത്. ഈവൻ ഈ കള്ളത്തരം ഞങ്ങൾ പിടിക്കപ്പെട്ടതിന് ശേഷം അവൻ എനിക്കെന്താ വെച്ചാൽ കാണിച്ചു എന്നൊക്കെ ഉള്ള, നമുക്ക് ഗുണ്ടായുസത്തിന് പോകാൻ പറ്റത്തില്ല. ഞാൻ അതിൻ്റെ ഒന്നും പുറകെ പോയില്ല. ഇന്നും ആ പണമെല്ലാം അവനെവിടെയോ മാറ്റിയിട്ടിട്ട് അവൻ ആശുപൂഷി ചെയ്യുന്നു. അവിടെ നിന്നാണ് അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, പിന്നെ നിരാശകൾ മാറും, ആ ലൈനുകൾ വന്ന് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഏതായാലും നമ്മൾ പാസ്റ്ററുടെ ഗാനങ്ങളെ സംബന്ധിച്ച് തിക്താനുഭവങ്ങളിലൂടെയാണ് ഗാനങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പാസ്റ്ററുടെ ഈ ട്യൂണിനെ സംബന്ധിച്ചോ അല്ല, പക്ഷേ ആളുകൾ ഇത് പ്രേക്ഷകരോട് ഒരുപക്ഷെ നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യമാണ് ഈ പാസ്റ്ററോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നത്. കാരണം തീ പോലെ ഇറങ്ങണമെന്നുള്ള പാട്ട് ഇറങ്ങിയപ്പോൾ തീ പോലെ ഇറങ്ങി നമ്മൾ ഉണ്ടാവുമോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. പുരയ്ക്കകത്ത് വരാൻ യോഗ്യനല്ല, അതിനെക്കുറിച്ചും വളരെ വളരെ ക്രിട്ടിക്കൽ, വളരെ നിശിതമായ വിമർശനങ്ങളുമായി ആളുകൾ വരാൻ ഇടയായി തീർന്നു. പക്ഷേ ഇത് ഈ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ പോകുമ്പം ആളുകൾ എന്ത് ചെയ്യുന്നറിയാമോ, ഈ ഗാനങ്ങൾ ഏറ്റെടുക്കുകയും പാടുകയും വിടുതൽ പ്രാപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ വേണമെങ്കിൽ ഫോൺ കോളൊക്കെ വന്നിരിക്കാം അല്ലേ, വിദേശ രാജ്യങ്ങളിൽ നിന്നും സ്വദേശത്തു നിന്നും ഒക്കെ ഒട്ടനവധി ആളുകൾ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ, ഈ ഗാനങ്ങളൊക്കെ പിറക്കുമ്പോൾ, ഓരോ ഗാനങ്ങൾ പിറക്കുമ്പോഴും ഇങ്ങനെ ആളുകൾ വിമർശിക്കുകയോ അല്ലെങ്കിൽ ഉണ്ടാകുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്, എന്താ അവരോട് പറയാനുള്ളത്, പ്രേക്ഷകരോട് പറയാൻ? ആദ്യം കേൾക്കുമ്പോൾ വിഷമമുണ്ടാകും സ്വാഭാവികമായിട്ടും. ഒരു ഹൈന്ദവ മാർഗത്തിൽ നിന്നും യേശുവിനെ യേശുദാവായി സ്വീകരിച്ച്
നല്ലവനാണെന്നും മിടുക്കനാണെന്നും ശ്രേഷ്ഠനാണെന്നും ഒന്നും ഞാൻ പറഞ്ഞു നടക്കാറില്ല. അപ്പം ഈ ദൈവത്തെ കണ്ടുമുട്ടുമ്പോഴാണല്ലോ നമുക്ക് പാപബോധം പോലും ഉണ്ടാകുന്നത്. എത്രയും നമ്മൾ ദൈവത്തോട് അടുത്ത് ചെല്ലുമോ അത്രയും പാപബോധമാണ് ഉണ്ടാകുന്നത്. ഞാൻ ഒരു ദൈവദിന ഭാവം എന്ന് പറഞ്ഞോട്ടെ. തീർച്ചയായിട്ടും. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ദൈവം, യഹോവയായ ദൈവം ഇരിക്കുന്നത് യെശയ്യാവ് കാണുന്നു. യെശയ്യാവിനെ പോലൊരു പ്രവാചകൻ, ഇത്രയും വെളിപ്പാടുള്ളൊരു ദർശനം കണ്ട ഒരു പ്രവാചകൻ. ഞാൻ കഴിഞ്ഞ ദിവസം ബാബുചെറിയൻ പാസ്റ്റർ ചർച്ചിൽ ശുശ്രൂഷിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് ഈ ദൈവവചനം പ്രകാശിക്കപ്പെട്ടു. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് പറയേണ്ടത് ആവശ്യമാണ്. യെശയ്യാവ് കാണുകയാണ് സാറാഫുകൾ പറക്കുന്നു. രണ്ടുകൊണ്ട് മുഖം മൂടുന്നു, രണ്ടുകൊണ്ട് പാദം മൂടി പറക്കുകയാണ്. രണ്ടുകൊണ്ട് അവർക്ക് പോലും ഈ സിംഹാസനത്തിന് ചുറ്റും നിന്ന് പറക്കുകയാണ്. കണ്ണ് ചെറുകൊണ്ട് മൂടിയേക്കുക. അപ്പം വിളിമ്പ് മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ് ദൈവമഹത്വം കൊണ്ട്. വസ്ത്രത്തിൻ്റെ വിളിമ്പും ആ ആലയവും ദൈവസാന്നിധ്യവും. യെശയ്യാവ് ഇത് കാണുക. യെശയ്യാവിനെപ്പോലൊരു ദൈവദാസൻ എനിക്കോ സാറിനോ അല്ലെ മറ്റുള്ളവർക്കോ ഇത്രത്തോളം ക്ലാരിറ്റിയിൽ ദൈവിക സിംഹാസനം കാണാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. ആ വിളിമ്പ് വരെ കാണുക, അതിനകത്ത് സാറാഫുകൾ പറക്കുന്ന കാണുക, ആ സിംഹാസനം ഇരിക്കുന്ന കാണുക, അതിനകത്തെ ശബ്ദം കേൾക്കുക, ഓർത്ത് വിളിച്ചു പറയുന്നു പരിശുദ്ധൻ 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 വിളിച്ചു പറയുന്ന ശബ്ദം. അപ്പോൾ എന്തോ കാതാ, എന്തോ കണ്ണ, എന്തോ ശ്രദ്ധയ, എന്ത് അലർട്ടാ ദൈവദാസൻ, എന്തോ ഏകാഗ്രതയുള്ള ഹൃദയത്തിലാണ് ദൈവസാന്നിധ്യത്തിൻ്റെ ആ മഹത്വം കാണുന്നത്. 5-ാമത്തെ വാക്യമാണ്. ദൈവദാസനെ അത്രയും അങ്ങോട്ട് പറഞ്ഞിട്ട് ആ ദൈവദാസൻ പരിശുദ്ധൻ 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 എന്ന് സാറാഫുകൾ ഒരുത്തനോട് പറയുന്നത് കേട്ടപ്പോൾ ആ പ്രവാചകൻ പൊട്ടിക്കരഞ്ഞിട്ട് ദൈവസാന്നിധിയിൽ നിലവിളിക്കുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, നശിച്ചു, അയ്യോ ഞാൻ അശുദ്ധിയുള്ള അധരമുള്ള മനുഷ്യൻ. നമ്മൾ രക്ഷിക്കപ്പെട്ടെന്ന് പറയുകയും സ്നാനപ്പെടുകയും എന്ന് പറയുമ്പോൾ നമ്മുടെ വെളിപ്പാടുകൾ ഇന്ന് ഹൈടെക് ക്യാമറയുടെ മുമ്പിലും എന്താ പറയുന്നത് സൂമിൻ്റെ മുമ്പിലും ഒക്കെ ഇരുന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വിമർശിക്കുകയൊക്കെ ചെയ്യുന്നവരെ കാണുമ്പോൾ എനിക്ക് ചിരി തോന്നുക. എവിടെ യെശയ്യാ പ്രവാചകൻ, എവിടെ ഈ ഹൈടെക് സംവിധാനങ്ങളുടെ മുമ്പിലിരുന്ന് വായി വരുന്നതൊക്കെ വിളിച്ചു പറയുന്ന ആൾക്കാർ? എനിക്ക് ചിരി വന്നു പോകും. അതുപോലൊരു ദൈവദാസൻ പറയുക, ഞാൻ അശുദ്ധിയുള്ള അധരമുള്ള മനുഷ്യൻ. അയ്യോ, ഇത്രയും വലിയൊരു പ്രവാചകൻ ദൈവസിംഹാസനത്തിൻ്റെ ശ്രേഷ്ഠത കണ്ടിട്ട് അത് ബൈബിളിനകത്ത് രേഖപ്പെടുത്തത്തക്ക വിധത്തിൽ ഇത്ര ക്ലാരിറ്റിയിൽ കണ്ട ദർശനമുള്ള അഭിഷിക്തൻ പറയുകയാണ്, ഇത്ര ദൈവസാന്നിധ്യം കണ്ട നമ്മളാരിലും അശുദ്ധനാണെന്ന് സമ്മതിക്കൂ? ഞാൻ പറയുന്നു, വെള്ളത്തിലൊന്നും മുങ്ങിപ്പൊങ്ങി ഇങ്ങനൊന്ന് നടക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്നു ഞങ്ങളൊക്കെ പരമവിശുദ്ധന്മാരാണെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ തന്നെ ഇത്രയും ക്ലാരിറ്റിയിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുകയും കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്ന ദൈവം തൻ്റെ ചങ്കിനകത്ത് രഹസ്യമായി വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ യെശയ്യാവിൻ്റെ നാവിലോട്ട് എഴുതി കൊടുത്തു. സാറാഫുകളിൽ ഒരാളുടെ കയ്യിൽ തീക്കനൽ കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു, അവൻ്റെ ആധരത്തിന്മേൽ തൊട്, അവൻ അശുദ്ധിയുള്ള ആധരമുള്ളവനാണെന്ന് പറഞ്ഞ ആ നിമിഷം തന്നെ എനിക്ക് ഇങ്ങനെയുള്ളവരെയാണ് വേണ്ടിയതെന്ന് പറഞ്ഞ് അവനെ ചേർത്ത് പിടിച്ച് അവൻ്റെ അധരത്തിലേക്ക് നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിലെ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ദൈവപുത്രനെക്കുറിച്ചുള്ള മുഴുവൻ വെളിപ്പാടുകളും എഴുതി കൊടുത്ത സർവശക്തിയുള്ള ദൈവത്തിൻ്റെ ദാസന്മാരപ്പുറത്ത്, ദൈവവും ദാസന്മാരും അപ്പുറത്ത്. നമ്മളിവിടെ ഇതൊന്നുമില്ലാതെ ചുമ്മാ ആരെങ്കിലും ഒരു പാട്ട് എഴുതിയാൽ അതിൻ്റെ അക്ഷരത്തെ പിടിച്ച് വിമർശിക്കുമ്പോൾ അവർ പറയുന്നു ഞാൻ അശുദ്ധിയുള്ള ആദരമുള്ള മനുഷ്യൻ. നമ്മളോ സമ്മതിക്കുകയില്ല. അതെ, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇത് വിമർശിക്കുന്ന ആളുകൾക്ക് വിമർശിക്കാം. പക്ഷേ ഇതെല്ലാം നമ്മുടെ ജീവിതാനുഭവങ്ങളാണ്. ഈ ജീവിതാനുഭവങ്ങളിലൂടെ തന്നെ ഇപ്പം ഈ പാട്ട് എഴുതാനുള്ള അനുഭവങ്ങൾ, ഒരു പാട്ടിൻ്റെ പിന്നാമ്പുറക്കഥ പറയുമ്പോൾ ജ്യേഷ്ഠൻ മരിക്കുന്നു, ഒരു പാട്ട് റെക്കോർഡിങ്ങിന് പോകേണ്ടി പോകുമ്പം സഹോദരി മരിക്കുന്നു. ഒരു പാട്ടിറങ്ങി ഒരാളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങാനുള്ള കാരണത്തിൻ്റെ ചരിത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് എൻ്റെ വേദനയേക്കാൾ കൂടുതൽ സത്യത്തിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഇതിന് സത്യം, അത് നോട്ട് ബിക്കോസ് ഓഫ് മൈ പെയിൻ, ബിക്കോസ് ഓഫ് ദ ട്രൂത്ത്. അതെ, ഒരു മൂല്യത്തിനൊരു ദൈവത്തിൻ്റെ സത്യത്തിനാണ് പ്രാധാന്യം. ഇനി മറ്റൊന്നുണ്ട്, ഈ പോരാത്തവനാണെന്നുള്ള പാട്ടിൻ്റെ ഞാൻ ചോദിക്കുന്നു, നമ്മുടെ വീട്ടിൽ പ്രധാനമന്ത്രി വന്നാൽ നമ്മൾ കാലുമേ കാലും വെച്ചിരിക്കുകയല്ലോ. ഇല്ല. അയ്യോ
സോറി ഇവിടെ ഇത് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച, അണ്ടഘടാകത്തെ സൃഷ്ടിച്ച, ഇവിടുത്തെ മൂട്ടയും ചെള്ളും, ഇവിടുത്തെ വിട്ടുപ്രാണിയും പഴുതാരയും, ഇവിടുത്തെ ആനയും സ്രാവുകളെയും, സകല ഇടിയെയും മിന്നലുകളെയും, കൊടുങ്കാറ്റിനെയും ചുഴലിക്കാറ്റിനെയും, ഈ ഭൂപ്രപഞ്ചത്തിലെ സകല സൃഷ്ടിചരാചരങ്ങളെ സൃഷ്ടിച്ച സാക്ഷാൽ സൃഷ്ടാവായ ദൈവം നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോൾ ഞാൻ യോഗ്യനാണെന്നും പറഞ്ഞ് കാലും വെച്ചിരിക്കാൻ റെജി നാരായണന് പറ്റത്തില്ല. നമുക്ക് പറയാൻ പറ്റുന്ന ഇങ്ങനെയേ ഉള്ളൂ, പോരാത്തവനാണ്. ഇനി അടുത്ത ഒരു വാക്കുകളുണ്ട്. ആ പോരാത്തവനാണ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ പിടിച്ചു നിർത്തിയ ഒരു ശബ്ദം. അവൻ ജാതീയനോ വിജാതീയനോ പാസ്റ്ററോ ഹൂ എവർ ഇറ്റ് ഈസ്, നമ്മളെയൊക്കെ പിടിച്ചു നിർത്തുന്ന ഒത്തിരി വാക്കുകൾ, എല്ലാ വാക്കുകളും നമ്മളെ പിടിച്ച് കുലുക്കുന്ന വാക്കുകളാണ്. പക്ഷെ ദൈവത്തെ പിടിച്ചു കുലുക്കിയ ഒരു വാക്കാണത്. ഇസ്രായേലിൽ കൂടെ ഞാനിത് കണ്ടിട്ടില്ല. എന്തോ വാക്കാവുകയെ പറഞ്ഞ്, ആരാ നിന്നോട് ഇത് പറഞ്ഞു വിട്ടത്? എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണേ എന്ന് പറഞ്ഞ ശതാധിപൻ്റെ വീടിനകത്ത് എങ്കിൽ പിന്നെ അവൻ്റെ വീട്ടിൽ കയറിയിട്ടേ ഉള്ളൂ കാര്യം. ആ ഭയങ്കര ഒരു ദൈവിക ഒരുപക്ഷെ ലഭിച്ച ഇത്തരത്തിലുള്ള വെളിപ്പാടുകളാണ് ഈ ഗാനങ്ങളൊക്കെ പിന്നിലുള്ളത്. അതുകൊണ്ട് പാസ്റ്റർ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആളുകൾ വിമർശിക്കട്ടെ, ആളുകൾ പലതും പറയട്ടെ. നമുക്ക് പറയാനുള്ളത്, ദൈവം എന്നെ ഈ ഇത്ര അനുഭവം കൊണ്ടുപോകുമ്പോൾ ഇനിയും ദൈവത്തിന് വേണ്ടി ഞാൻ വിശ്വസ്തയോടുകൂടി നിൽക്കുന്നു മാത്രമേ പറയാനുള്ളൂ. ഇന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് രാവിലെ എനിക്കൊരു ഫോൺ കോൾ വന്നു. സ്ഥലമൊന്നും പറയുന്നില്ല, ആരാണെന്നും പറയുന്നില്ല. വന്ന ഫോൺ ഇതാണ്. അതിനകത്തൊരു ലൈനുണ്ടല്ലോ, നീ പറഞ്ഞാൽ പാപം മാറും. ആരോ എല്ലാം പാസ്റ്റേഴ്സാണ്. അതാ ദുഃഖകരമായ കാര്യം. യേശു പറഞ്ഞാൽ പാപം മാറുമോ? പിന്നെ ആര് പറഞ്ഞാൽ പാപം മാറുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം ഇവരെ എന്തായി പറയുന്നുള്ളൂ. യേശു പറഞ്ഞാൽ പാപം മാറുമോ? യേശു പറയുമ്പോഴല്ല പാപം മാറുന്നത്, നമ്മൾ പറയുമ്പോഴാണ് പാപം മാറുന്നത്. നമ്മൾ ഏറ്റു പറയണം. തീരുമാനിക്കുന്നത് കർത്താവല്ലേ. ഇതൊക്കെയാണ് ഈ വിമർശനങ്ങൾക്കൊന്നും കഴമ്പില്ല. ഇത് ദൈവം. അതങ്ങനെ തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. മറവിയുടെ ശ്മശാനത്തിലേക്ക് അടക്കം ചെയ്യാം. നമുക്ക് ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും അവസാനത്തിലേക്ക് വരുമ്പോൾ അതിനു മുമ്പായി ഫാമിലി ഒന്ന് പരിചയപ്പെടുത്തു, കുടുംബത്തെ പരിചയപ്പെടുത്തു. വൈഫിൻ്റെ പേര് മിനി. കുമ്പളാമ്പൊയ്യിലാണ് ജനിച്ചു വളർന്നത്. മൂത്ത മകൾ മീര ഇപ്പോൾ ദുബൈയിൽ ജോലി ചെയ്യുന്നു. എൻ്റെ സ്നേഹിതൻ മാത്യൂസിൻ്റെ ഈ പ്രോമിസ് എന്ന് പറയുന്ന ഒരു IT കമ്പനിയിലാണ്, 3 വർഷത്തോളമായി. ഇളയ മകൾ മീനു, അവൾ BTech 4ാം വർഷം പഠിക്കുന്നു. 2 പെൺമക്കളാണ്. എനിക്കും 2 പെൺമക്കളാണ്. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, പെൺമക്കൾ എന്നല്ല പറയാൻ, പൊന്മക്കൾ എന്നാണ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവരും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കുന്നു. മിനി അല്ലേ? മിനിയെയും മീനുവിനെയും മീരയും ഞങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ ഓർക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ഒരുപക്ഷെ കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ച് ഒരു ഭർത്താവിൻ്റെ മൈഗ്രെയിൻ അഥവാ തലവേദന മാറിയിട്ട് അദ്ദേഹം സ്വസ്ഥമായാൽ കൊള്ളാം എന്ന് ആഗ്രഹിച്ച ഒരു കാലം നിങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ പിതാവിന് സൗഖ്യമായാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ച കാലം ഉണ്ടായിരുന്നു. എന്നാൽ സൗഖ്യമായി വീട്ടിൽ വന്നപ്പോൾ ഒരുപക്ഷേ നിങ്ങളുടെ തുടർന്നു വന്ന ആചാരങ്ങളുമൊക്കെ ആകാം അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഒരു വൈമനസ്യം കാണിച്ചത്. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് അഭിമാനിക്കാം, ലോകം അറിയപ്പെടുന്ന ഒരു സുവിശേഷകനായി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കുന്ന വിശ്വസ്തനായി മാറാൻ ദൈവം ശക്തമായി തന്നെ ഉപയോഗിച്ചു. നിങ്ങളെയും ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ അഭിമാനത്തോടു കൂടി ഓർക്കുന്നു, നന്ദി പറയുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് പോരായേ, നിൻ സാമീപ്യം പോരായേ. നമ്മുടെ വാക്കുകളും ഇനിയും പറയാനുണ്ട്. ഇത് പോരാ. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. പുതിയ പാട്ടുകൾ ഇറങ്ങുമ്പോൾ പുതിയ പല്ലവികളും ഈണങ്ങളും ഈരടികളുമായിട്ട് മലയാളക്കരയെ, ക്രൈസ്തവ കൈരളിയെ സന്ധിക്കുമ്പോൾ നമുക്ക് വീണ്ടും സന്ധിക്കാം. നിശ്ചയമായിട്ടും ഇനിയുള്ള നമ്മുടെ പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ ധാരാളം പറയാനുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് വഴിയെ നമുക്ക് ചിന്തിക്കാൻ പറയാം. ഇനിയും നമുക്ക് നമ്മൾ ഇനി കണ്ടുമുട്ടുന്നത് പുതിയ വിശേഷങ്ങളുമായിട്ടായിരിക്കും. ഗിൽഗാൽ മീഡിയ എന്ന് പറയുന്നത് ദോഹയിലുള്ള, ഖത്തറിലുള്ള ലാലു ജേക്കബ് അഡ്മിനായിട്ടുള്ള ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ ഒരു മാധ്യമ സംരംഭമാണ്. അത് ആ സഭയുടെ ഒരു മാധ്യമ പ്രസ്ഥാനമായിട്ട് ഗിൽഗാൽ മീഡിയ ഇതിനോടകം ഒട്ടനവധി വളരെ പ്രശസ്തരായിരിക്കുന്ന ആളുകളെ തന്നെയാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ ജീവിതാനുഭവം പങ്കുവച്ചത്. ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇങ്ങനെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത പാസ്റ്റർ റെജി നാരായണൻ, അതോടൊപ്പം തന്നെ അനിൽ അടൂർ, മറ്റ് ടീം അംഗങ്ങൾക്ക് ഗിൽഗാൽ മീഡിയയുടെ പേരിൽ, പ്രത്യേകിച്ച് ലാലു ജേക്കബ്, തൻ്റെ സഹധർമ്മിണി ലാലി ജേക്കബ്, ആ സഭ ചർച്ച് ഓഫ് ഗോഡ് സഭ ദോഹയിലുള്ള സഭയുടെ പേരിലുള്ള പ്രത്യേക നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ഒരു വാക്കുകൂടെ പറയാം. തീർച്ചയായിട്ടും എനിക്ക് ഈ സമയം പവർ വിഷൻ ചാനലിനോട് തീർച്ചയായിട്ടും നന്ദി പറയാം. പവർ വിഷൻ ചാനലിനോട്
കെ സി ജോൺ പാസ്റ്ററിനോട്, അവിടുത്തെ അധികാരികളോട്, പാസ്റ്റർമാരോട്, വിശേഷാൽ ഞാനിപ്പോൾ IPC പ്രെയർ സെൻറ്റർ തിരുവല്ല എൻ്റെ പാസ്റ്റർ രാജു പോക്കാല പാസ്റ്റർ, ആ ടീം അംഗങ്ങൾ, അവിടുത്തെ വർഷിപ്പ് ചെയ്യുന്ന എല്ലാവരോടും വളരെ നന്ദിയുണ്ട്. ആ ദേവദാസൻ്റെ ചർച്ചിലാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. അവരെനിക്ക് തന്ന അവസരങ്ങൾക്കായി നിശ്ചയമായിട്ട് ഒത്തിരി നന്ദി. ഈ ഒരു ഇൻ്റർവ്യൂ പോലും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കും. ഈ സമയത്ത് പാസ്റ്റർ റെജി നാരായണനെ സഹായിച്ചിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ മാധ്യമ പ്രസ്ഥാനങ്ങളെയും ഒട്ടനവധി ഡിവൈസുകളുണ്ട്. പ്രത്യേകിച്ച് ഈ നവമാധ്യമ പ്ലാറ്റ്ഫോമുകൾ, അതുപോലെ തന്നെ മറ്റ് ഇതര മാധ്യമ പ്രസ്ഥാനങ്ങൾ, അവരെയെല്ലാം നമ്മൾ ഓർക്കുന്നു, ദേവദാസന്മാരെല്ലാം ഓർക്കുന്നു. ഇനിയുള്ള എല്ലാ പ്രോജക്റ്റിനും ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള വഴികളിൽ വിമർശനങ്ങൾ ധാരാളം ഉണ്ടാകാം, അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, അങ്ങനെ പറയട്ടെ. എന്നാൽ ദൈവം നൽകുന്ന വലിയ പ്രകാശനം, ആ പ്രകാശനത്തിന് മുൻപോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സൗഹൃദ സംഭാഷണം ജീവിതം പറയുമ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പോയ നൂറ്റാണ്ടിൻ്റെ ചരിത്രപ്പാടുകളിൽ ഓട്ടപ്രദക്ഷിണം നടത്തുന്ന ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിൽ ചേർത്ത് വെച്ച ഒട്ടനവധി ഈണങ്ങളും ഈരടികളുമുണ്ട്. അവയൊക്കെ നമുക്ക് ആശ്വാസമായി, നമുക്കൊരു ബലമായി, ധൈര്യമായി, വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ചില സങ്കേതങ്ങളായി തീരാറുണ്ട്. അതോടൊപ്പം ആ ഗാനങ്ങളോടൊപ്പം തന്നെ ചേർത്ത് പിടിച്ച പുതിയ ഗാനങ്ങളുടെ നിരയിൽ ആ ഗാനങ്ങളൊക്കെ എങ്ങനെ പിറന്നു, അതിൻ്റെ പിന്നാമ്പുറ കഥ എന്തായിരുന്നു എന്നാണ് ഇതുവരെയും നമ്മൾ കേട്ടത്. പാസ്റ്റർ റെജി നാരായണൻ തൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മളുമായി പങ്കുവച്ചപ്പോൾ അത് നിങ്ങളുടെ അനുഭവമായി, നിങ്ങളുടെ ഗാനമായി, നിങ്ങളുടെ ഈണങ്ങളായി, നിങ്ങളുടെ ഈരടികളായി ഏറ്റെടുത്തു എന്നുള്ളത് വളരെ പരമാർത്ഥമായ കാര്യമാണ്. അതോടൊപ്പം ഇന്ന് മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച ക്രൈസ്തവ കേരളയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗായകരും ഒപ്പം സംഗീത ഉപകരണ വാദകരുമൊക്കെ ആയിരുന്നു ഈ പ്രോഗ്രാമിൽ ചേർന്നത്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഒരു വലിയ ചാലകശക്തിയായി, അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ക്രിസ്മസ് ദിനത്തിൽ നിങ്ങൾക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞ ഏറ്റവും മഹത്തരമായ, മേൽത്തരമായ ഒരു ക്രിസ്മസ് ഗിഫ്റ്റായി നിങ്ങൾ ഇത് പങ്കുവച്ചു. അതിൽ പ്രത്യേകം നന്ദിയും കടപ്പാടും ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ പാത ഏതാണെന്നറിയാതെ നിന്നുപോയ സമയങ്ങളിൽ ചേർത്ത് പിടിച്ച് മുൻപോട്ട് നയിച്ച ജീവിതാനുഭവങ്ങളുമായി ഇനിയും മറ്റൊരു വിശിഷ്ട വ്യക്തിത്വങ്ങളുമായി അല്ലെങ്കിൽ വ്യക്തികളുമായി നമ്മൾ കണ്ടുമുട്ടും അടുത്ത എപ്പിസോഡിൽ. അതുവരെ നന്ദി.